അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മൾ സൂറത്തുൽ ഹജ്ജാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ ഹജ്ജിൽ 17 ആയത്തുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ പഠിച്ചത്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്ത മതങ്ങളെക്കുറിച്ചും പിന്നെ ആ മതങ്ങൾക്കിടയിൽ പരലോകത്ത് അല്ലാഹു തീർപ്പ് കൽപ്പിക്കുമെന്നതിനെക്കുറിച്ചുമാണ് നമ്മൾ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത്. അവ ഏതൊക്കെയായിരുന്നു വ്യത്യസ്ത മതങ്ങൾ? അല്ലാഹു പറഞ്ഞ് ജൂതന്മാർ, ക്രിസ്ത്യാനികൾ, പിന്നെ മജൂസിയങ്ങൾ, സ്വാബിയങ്ങൾ, മുശ്രിക്കീങ്ങൾ, പിന്നെ വിശ്വാസികൾ. ഇങ്ങനെ 6 വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഇവർക്കിടയിൽ അല്ലാഹു പരലോകത്ത് വെച്ച് വിധി നടപ്പിലാക്കും. അപ്പോൾ ഇവരിൽ ഏതാണ് സത്യം, ആരാണ് സ്വർഗത്തിലേക്ക്, ആരാണ് നരകത്തിലേക്ക് എന്നുള്ള വിഷയങ്ങളൊക്കെ പരലോകത്ത് വെച്ച് അല്ലാഹു തീരുമാനിക്കും എന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അപ്പോൾ എന്തുകൊണ്ടാണ് ജൂതന്മാർക്ക് യഹൂദ് എന്ന പേര് വന്നത്, ക്രിസ്ത്യാനികൾക്ക് നസ്വാറ എന്ന പേര് വന്നത്, സ്വാബീയങ്ങൾ ആരാണ്, മജൂസിയങ്ങൾ എന്താണ്, അവരിപ്പോഴും ഉണ്ടോ എന്നുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇനി നമ്മൾക്ക് 18-ാമത്തെ ആയത്ത് നമുക്കൊന്ന് ആദ്യം പാരായണം ചെയ്യാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാത് മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് വശംസു വൽ ഖമറു വന്നുജൂം വന്നുജൂമു വൽ ജിബാലു വശ്ശജർ വശ്ശജറു വദ്ദവാബ്ബു വകസീറും മിനന്നാസ് വകസീറുൻ ഹഖ്ഖ അലൈഹിൽ അദാബ് വമൻ യുഹിനില്ലാഹു ഫമാ ലഹു മിൻ മുക്രിം. ഇന്നല്ലാഹ യഫ്അലു മാ യശാ. അവിടെ നമ്മൾ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമങ്ങൾ: ഒന്ന്, അലം തറ അന്ന, ഷദ്ദുൽ നൂനാണ്, അത് 2 ഹർക്കത്ത് വരെ മണിക്കണം. ഷദ്ദുൽ നൂന് 2 ഹർക്കത്ത് വരെ മണിക്കണം. അന്ന അന്നല്ലാഹ യസ്ജുദു ലഹു, ലഹു 2 ഹർക്കത്ത് വരെ നീട്ടണം. ലഹു ചെറിയ വാവുണ്ടല്ലോ. മൗഫി, മൗഫി അവിടെ ഇഖ്ഫാ ആണ്, അപ്പോൾ ഇഖ്ഫാ ചെയ്ത് മണിച്ചോദനം. മൗഫിസ് സമാവാതി വമൻ ഫിൽ അർദ്, അവിടെയും ഇഖ്ഫാ ഉണ്ട്. നമുക്കതുവരെ നോക്കാം. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് പിന്നെ വശംസു വൽ ഖാഫ് ശ്രദ്ധിക്കണം, വൽ ഖമറു എന്നാവരുത്, വൽ ഖമറു വന്നുജൂമു, അവിടെയും നൂന് ഷദ്ദുള്ളതാണ്, അപ്പോൾ മണിച്ചോദനം. വന്നുജൂമു വൽ ജിബാലു വശ്ശജറു, അതുവരെ വേറെ നിയമങ്ങളൊന്നുമില്ല. ഒന്നോതാ. വശംസു വൽ ഖമറു വന്നുജൂമു വൽ ജിബാലു വശ്ശജർ
പിന്നെ വദ്ദവാബു, അവിടെ നമ്മൾ എന്ത് ചെയ്യണം? നല്ലോണം നീട്ടണം. ഒരു 6 ഹർക്കത്ത് വരെ നീട്ടണം, നിർബന്ധമായിട്ടും നീട്ടണം. വദ്ദവാബു. അതേപോലെ വകസീറുമ്മി, അവിടെ ഇദ്ഗാമും ബിഗുന്നയാണ്, അപ്പോൾ മണിക്കണം. കസീറുമ്മി. പിന്നെ മിനന്നാസ്, ഷദ്ദുൽ നൂന് 2 ഹർക്കത്ത് വരെ മണിക്കണം. വദ്ദവാബു വകസീറും മിനന്നാസ്. വകസീറുൻ ഹഖ, കസീറുൻ ഹ, അവിടെ ഇൽഹാറാണ്, അവിടെ മണിക്കാൻ പാടില്ല, വെളിവാക്കണം. തൻവീന് ശേഷം ഹ. വകസീറുൻ ഹ. അതേപോലെ ഹഖ, ഹ ആണ്, ഖാഫാണ്, ഹക്ക എന്നാവരുത്. ഹഖ, ഹഖ, ഖാഫിന് ശബ്ദമുണ്ട്. അലൈഹിൽ അദാബ്, അലൈഹി ഐനാണ്, അലൈഹി എന്നാവരുത്, അദാബ് എന്നാവരുത്. അലൈഹിൽ അദാബ്. വകസീറുൻ ഹഖ അലൈഹിൽ അദാബ്. വമയ്യുഹിനി, വമയ്യു, അവിടെ ഇദ്ഗാമുൻ ബിഗുന്ന. വമയ്യു മണിച്ചോദനം. യുഹിനില്ലാഹു ഫമാലഹു, ലഹു 2 ഹർക്കത്ത് വരെ നീട്ടണം. മിമ്മു, മിമ്മു, അവിടെ ഇദ്ഗാമുൻ ബിഗുന്ന മണിച്ചോദനം. മിമ്മു. മുക്രിം, മുക്രിം. പിന്നെ ഇന്ന, ഷദ്ദുൽ നൂന് 2 ഹർക്കത്ത് വരെ മണിക്കണം. ഇന്നല്ലാഹ യഫ്അലു മാ യശാ, അവിടെ നല്ലോണം നീട്ടണം. അവിടെ മദ്ദുൽ മുത്തസിലാണ്, അപ്പോൾ നല്ലോണം നിർബന്ധമായിട്ട് നീട്ടി ഓതണം. വമൻ യുഹിനില്ലാഹു ഫമാ ലഹു മിൻ മുക്രിം. ഇന്നല്ലാഹ യഫ്അലു മാ യശാ. ഒരാശയോട് നോദ ഫുള്ളായിട്ട്. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്. വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വശജർ. വദ്ദവാബ്ബു വകസീറും മിനന്നാസ്. വകസീറുൻ ഹഖ അലൈഹിൽ അദാബ്. വമൻ യുഹിനില്ലാഹു ഫമാ ലഹു മിൻ മുക്രിം. ഇന്നല്ലാഹ യഫ്അലു മാ യശാ. ശരി. അപ്പോൾ അള്ളാഹു പറയുന്ന അലം തറ, തറ എന്ന് പറഞ്ഞാൽ നീ കാണുന്നു, നീ കാണുന്നു. അലം തറ എന്ന് പറഞ്ഞാൽ നീ കണ്ടില്ലയോ, നീ കാണുന്നില്ലയോ, നീ കണ്ടില്ലയോ. എന്ത് കാണുന്നില്ലയോ? അന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു. യസ്ജുദു ലഹു, യസ്ജുദു സുജൂദ് ചെയ്യുന്നു. ലഹു അവന്, തീർച്ചയായും അള്ളാഹു അവന് വേണ്ടി സുജൂദ് ചെയ്യുന്നു. മൻ ഒരുവൻ. ഫിസ് സമാവാത്ത് ആകാശങ്ങളിൽ. അപ്പോൾ ആകാശങ്ങളിലുള്ള ഒരുവൻ എന്ന് പറഞ്ഞാൽ ആകാശങ്ങളിലുള്ളതെല്ലാം അവ അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്നത് നീ കാണുന്നില്ലയോ. വമൻ ഫിൽ അർള് ഭൂമിയിലുള്ള ഒരുവനും, ഭൂമിയിലുള്ളവരും ആകാശത്തിലുള്ളവരും അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്നത് നീ കാണുന്നില്ലയോ. വശംസു സൂര്യനും, വൽ ഖമറു ചന്ദ്രനും,
വന്നുജൂമു നക്ഷത്രങ്ങളും, വൽ ജിബാലു മലകളും പർവ്വതങ്ങളും, വശജറു മരങ്ങളും, വദ്ദവാബു ജീവജാലങ്ങളും ഭൂമിയിലൂടെ പോകുന്ന ജീവജാലങ്ങൾ, വകസീറുൻ മിനന്നാസ് കുറേ ജനങ്ങളും, അതെ ജനങ്ങളിൽ നിന്നുള്ള ഒരുപാട് ആളുകളും, കസീർ എന്ന് പറഞ്ഞാൽ ഒരുപാട്, മിനന്നാസ് ജനങ്ങളിൽ നിന്നുള്ള ഒരുപാട് ആളുകളും, ഇവയൊക്കെ അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്നത് നീ കാണുന്നില്ലയോ? അപ്പോൾ ആകാശങ്ങളിലുള്ള, ഭൂമിയിലുള്ള, പിന്നെ പ്രത്യേകം എടുത്ത് പറയുകയാണ് സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, പർവ്വതങ്ങൾ, മരങ്ങൾ, അതുപോലെ ജീവജാലങ്ങൾ, അതുപോലെ മനുഷ്യരിൽപ്പെട്ട ഒരുപാട് ആളുകൾ, ഇവയൊക്കെ അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നത് നീ കാണുന്നില്ലയോ? കസീറുൻ ഇനി ധാരാളം ആളുകളുടെ അവസ്ഥ എന്താണ്? ഹക്ക സ്ഥിരപ്പെട്ടിരിക്കുന്നു, ഹക്ക പറഞ്ഞാൽ സ്ഥിരപ്പെട്ടിരിക്കുന്നു, അവകാശപ്പെട്ടിരിക്കുന്നു, അലൈഹി അവൻ്റെ മേൽ അഥവാ ആളുകളുടെ മേൽ, അൽ അദാബ് ശിക്ഷ. അപ്പോൾ കുറേ ആൾക്കാർ സുജൂദ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, കുറേ ആൾക്കാരുടെ മേൽ ശിക്ഷ സ്ഥിരപ്പെട്ടിരിക്കുന്നു, അവകാശപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ആൾക്കാർ ആരേക്കരം? സുജൂദ് ചെയ്യാത്തവരേക്കരം. വമൻ യുഹിനില്ലാഹു വമൻ ഒരുവൻ ആരെങ്കിലും, യുഹിനി അഹാന യുഹീന പറഞ്ഞാൽ നിന്യനാവുക, വമൻ യുഹിനി ആരെങ്കിലും നിന്യനായാൽ, ആരെങ്കിലും അള്ളാഹു ആരെങ്കിലും നിന്ദിച്ചാൽ എന്നാണ്. വമൻ യുഹിനില്ലാഹു അള്ളാഹു ആരെങ്കിലും നിന്ദിച്ചാൽ, അപമാനിച്ചാൽ എന്നൊക്കെ പറയാം. ഫമാലഹു മിൻ മുക്രിം, ഫമാലഹു പിന്നെ അവനില്ല, എന്നാൽ അവനില്ല, മിൻ മുക്രിം അവനെ ആദരിക്കുന്ന അല്ലെങ്കിൽ ബഹുമാനിക്കുന്ന ഒരാൾ. ഇക്റാം എന്ന് പറഞ്ഞാൽ ആദരവ്, ബഹുമാനം. അള്ളാഹു ഒരാളെ നിന്ദിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളെ ബഹുമാനിക്കാൻ, ആദരിക്കാൻ ആരുമില്ല എന്നർത്ഥം. ഇന്നല്ലാഹ തീർച്ചയായും അള്ളാഹു യഫ്അലു അവൻ പ്രവർത്തിക്കുന്നു, ചെയ്യുന്നു, മാ യശാ അവൻ ഉദ്ദേശിക്കുന്നത്, അള്ളാഹു ഉദ്ദേശിക്കുന്നത് അവൻ പ്രവർത്തിക്കുന്നു. ഇതാണ് ആയത്തിൻ്റെ അർത്ഥം. എന്താണ് ഇപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ പറയുന്നത്? ആദ്യം അള്ളാഹു ചോദിക്കുന്നത് അലം തറ നീ കണ്ടില്ലേ എന്നാണ്. ഇവിടെ ഏത് രൂപത്തിലുള്ള കാഴ്ചയാണ് ഉദ്ദേശം? രണ്ട് രൂപത്തിൽ കാഴ്ച ഉണ്ട്. ഒന്ന് കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ച, അതിന് റുഇയ ബസ്വരിയ എന്ന് പറയും, കണ്ണുകൊണ്ടിലെ കാഴ്ച, അല്ലെങ്കിൽ റുഇയ ഐനിയ എന്നൊക്കെ നമുക്ക് പറയാം. രണ്ടാമത്തെ കാഴ്ച കൽബ് കൊണ്ടുള്ള കാഴ്ചയാണ്, ഹൃദയം കൊണ്ടുള്ള കാഴ്ച, റുഇയത്തുൻ കൽബിയ. ഹൃദയം കൊണ്ട് കാണുക പറഞ്ഞാൽ എന്താ? അറിയുക, മനസ്സിലാക്കുക, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഉൾക്കാഴ്ച എന്നൊക്കെ പറയില്ലേ, അതാണ് ഹൃദയം കൊണ്ടുള്ള കാഴ്ച. അങ്ങനെയുമുണ്ട്. ഇവിടെ ഉദ്ദേശം ഏതേക്കരം? നിങ്ങൾ പറയും, ഇവിടെ ഏതേക്കരം ഉദ്ദേശം? കണ്ണുകൊണ്ട് കാണാം. അപ്പോൾ സൂര്യനും നക്ഷത്രങ്ങളും ചന്ദ്രനൊക്കെ സുജൂദ് ചെയ്യുന്നത് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നുണ്ട് എന്നാണോ? ഉണ്ടോ? ഇല്ല. സൂര്യനും ചന്ദ്രൻ നക്ഷത്രങ്ങളും സുജൂദിന് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നുണ്ടോ? മരങ്ങളൊക്കെ സുജൂദ് ചെയ്യുന്നത് ഇല്ല. അള്ളാഹു ചോദിച്ചത് അള്ളാഹു റസൂലിനോട് മരങ്ങളും പർവ്വതങ്ങളൊക്കെ സുജൂദിന് നീ കാണുന്നില്ലേ എന്നാണ്. നമ്മൾ കാണുന്നുണ്ടോ? റസൂൽ കാണുന്നുണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ അവിടെ എന്താ അർത്ഥം? അറിയലാണ്, റുയത്തുൻ കൽബിയ, അറിയലാണ്. അപ്പോൾ അത് പല സ്ഥലങ്ങളിലും അള്ളാഹു ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, ആനയുടെ ആളുകളെ കൊണ്ട് എന്താണ് നിൻ്റെ റബ്ബ് ചെയ്തത് എന്ന് നീ കണ്ടില്ലേ? അപ്പോൾ ആനക്കലഹ സംഭവമാണ് അവിടെ ഉദ്ദേശം. അപ്പോൾ ആനക്കലഹ സംഭവത്തിൽ അബ്രഹത്തിനെയും കൂട്ടരെയും എങ്ങനെയാണ് അള്ളാഹു നശിപ്പിച്ചത് എന്ന് നീ കണ്ടില്ലേ എന്നാണ്. ആനക്കലഹ സംഭവം നടക്കുമ്പോൾ റസൂൽ ജനിച്ചിട്ട് പോലും ഇല്ല, പിന്നെ എങ്ങനെ റസൂൽ കാണുക? അത് ഹൃദയം കൊണ്ടുള്ള കാഴ്ചയാണ്. കാരണം ആനക്കലഹ സംഭവം എന്ന് പറഞ്ഞാൽ മക്കയിൽ നമ്മൾ അങ്ങാടിപ്പാട്ട എന്ന് പറയുന്ന പോലെ അവിടെ പരസ്യമായ, അവർക്കിടയിൽ പ്രസിദ്ധമായ ഒരു കാര്യമായിരുന്നു, കുട്ടികൾക്ക് പോലും അറിയുന്ന ഒരു കഥയായിരുന്നു ആനക്കലഹ സംഭവം. അപ്പോൾ അത് റസൂലിനും സുപരിചിതമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നീ അറിഞ്ഞില്ലേ ആനക്കലഹം? അതെ, ആനക്കലഹം. ആ സമയത്ത് അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അറിഞ്ഞില്ലേ, നീ കണ്ടില്ലേ ചോദിച്ചാൽ അറിഞ്ഞില്ലേ എന്നാണ് അവിടെ ഉദ്ദേശം. ഇനി അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കണില്ലേ, പിന്നെ സൂറത്തുൽ മാഊൻ്റെ തുടക്കം എന്താണ്? സൂറത്തുൽ മാഊൻ എന്താ? മാഊൻ മാഊൻ പെട്ടെന്ന് കിട്ടല്ലോ അല്ലേ? സൂറത്തുൽ മാഊനിൽ
ആർക്കും കിട്ടണില്ല. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. അവിടെ അറഅയ്ത നീ കണ്ടില്ലയോ, അല്ലദീ യുകദ്ദിബു ബിദ്ദീൻ മതത്തെ കളവാക്കുന്നവനെ നീ കണ്ടില്ലയോ. അവിടെ കണ്ടില്ലയോ ചോദിച്ചാൽ ഏത് കാഴ്ചയാണ്? കണ്ണുകൊണ്ടുള്ള കാഴ്ചയാണ്. കാരണം മതത്തെ കളവാക്കുന്നവനെ ആര് കണ്ടിട്ടുണ്ട്? റസൂല് കണ്ടിട്ടുണ്ട്. റസൂലിൻ്റെ മുമ്പിലുണ്ടായിരുന്നു അബൂജഹൽ അബൂലഹബൊക്കെയാണത്. ഓല് റസൂലിൻ്റെ മുന്നിലുണ്ടായിരുന്നു, റസൂൽ ഓലെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ രണ്ട് രൂപത്തിലുള്ള കാഴ്ച ഉണ്ട് എന്നർത്ഥം. അതാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. ശരി, അപ്പോൾ ഇവിടെ അള്ളാഹു അത് മനസ്സിലാക്കാൻ വേറെ അറബി ഭാഷയിൽ വഴികളൊക്കെ ഉണ്ട് കേട്ടോ. രണ്ട് മഫ്ഊലുകളാണെങ്കിൽ അത് പിന്നെ ബസുരി ഇൽമിയായ കാഴ്ചയൊക്കെ എന്നൊക്കെ പറയും. ശരി, ഏതായിരുന്നാലും അലം തറ താങ്കൾ കണ്ടില്ലയോ, നോക്കിയാൽ മനസ്സിലാവും. പക്ഷേ അത് അറബി ഭാഷ ആണ്. ഇപ്പോൾ രണ്ട് മഫ്ഊലുകൾ ഉണ്ടെങ്കിൽ ആ റായിൻ്റെ ശേഷം രണ്ട് മഫ്ഊലുകൾ ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? അത് ഇൽമിയായതായിരിക്കും. റായിന് ശേഷം ഒരു മഫ്ഊലേ ഉള്ളൂ വെച്ചാൽ അത് കണ്ണുകൊണ്ടുള്ള കാഴ്ചയേക്കരം, അല്ലെങ്കിൽ ഹൃദയം കൊണ്ടുള്ള കാഴ്ചയേക്കരം. അങ്ങനെയൊക്കെ അതിന് മനസ്സിലാക്കാൻ പറ്റും. ശരി, അപ്പോൾ അലം തറ താങ്കൾ കണ്ടില്ലയോ, അന്നല്ലാഹ യസ്ജുദു ലഹു അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്നു, അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്നു. മം ഫിസ് സമാവാത്ത് ആകാശങ്ങളിലുള്ളവരും വമം ഫിൽ അർദ് ഭൂമിയിലുള്ളവരും. പിന്നെ വശംസു വൽ ഖമറൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സൂര്യനും ചന്ദ്രനും ആകാശത്തുള്ള ഭൂമിയിലുള്ള ജീവജാലങ്ങളും മരങ്ങളൊക്കെ സുജൂദ് എന്ന് പറയുമ്പോൾ അപ്പോൾ അത് എന്താവില്ല, അത് നമ്മളെ പോലത്തെ സുജൂദ് ആയിക്കൊള്ളണമെന്നില്ല. നമ്മളെ പോലെ കാരണം ഓലിക്ക് കയ്യും കാലൊക്കെ ഉണ്ടോ, അതിനപ്പോൾ കയ്യും കാലൊക്കെ നിലത്ത് വെച്ച് നെറ്റിയെ കൊണ്ടുപോയി വെച്ച് ആ രൂപത്തിലുള്ള സുജൂദ് ആയിരിക്കില്ല. അപ്പോൾ അവർക്ക് അവരുടേതായ സുജൂദുകൾ ഉണ്ടാവും. അതെങ്ങനെയാണ് അതിൻ്റെ കൈഫിയത്ത് രൂപം അള്ളാഹുവിന് മാത്രമേ അത് അറിയുള്ളൂ. എന്നാൽ അവ എന്ത് ചെയ്യുന്നുണ്ട്? അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എന്തതിന് വിശദീകരിക്കും പണ്ഡിതന്മാർ പറയുന്നത്, ഇപ്പോൾ ഓരോ വസ്തുവും അതൊക്കെ ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ ആ ഒരു കൽപ്പനക്കനുസരിച്ചിട്ടാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ നിശ്ചയിച്ചിട്ടുള്ള ഈ ഒരു പ്രകൃതിയിലൊരു നിയമമുണ്ടല്ലോ, അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നിശ്ചയിച്ചിട്ടുള്ള ഒരു വ്യവസ്ഥ, അതിന് വിധേയമായിക്കൊണ്ടല്ലാതെ സൂര്യനോ ചന്ദ്രനോ ഒന്നിനും ഇവിടെ ചലിക്കാൻ സാധിക്കില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ ആ ഒരു നിയമവ്യവസ്ഥകൾക്ക്, ആ ഒരു ഭരണവ്യവസ്ഥകൾക്ക് ഇവിടെയുള്ള മുഴുവൻ ജീവജാലങ്ങളും വിധേയമാക്കുന്നത് നിർബന്ധമാണ്. അതിന് ആർക്കും ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ആണ് അങ്ങനെ അള്ളാഹുവിന് കീഴ്പ്പെടുന്നു എന്നൊരർത്ഥത്തിലായിരിക്കും സുജൂദ് ഇവിടെ അള്ളാഹുവിന് കീഴ്പ്പെടുന്നു എന്ന അർത്ഥത്തിലാണ് ഇവിടെ സുജൂദ് കൊണ്ട് ഉദ്ദേശം. അപ്പോൾ പിന്നെ അതിന് പുറമെ അവർക്ക് നമ്മൾ സുജൂദ് ചെയ്യുന്നത് പോലെ അവർക്കും അവരുടേതായ സുജൂദുകൾ ഉണ്ടാകും. പക്ഷെ അതിൻ്റെ രൂപം എങ്ങനെയാണെന്നുള്ളത് നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയൂല, നമ്മൾക്ക് അറിയില്ല. പക്ഷെ അതിനൊക്കെ അതിൻ്റേതായ രൂപങ്ങൾ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില ആയത്തുകളും ഹദീസുകളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഞാനത് വായിക്കുമ്പോൾ നിങ്ങൾക്കൊന്നുകൂടി എന്ത് ചെയ്യും, മനസ്സിലാവും. ശരി, എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും. അപ്പോൾ ഇവിടെ സുജൂദ് കൊണ്ട് ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പ്രകൃതിയിൽ നിശ്ചയിച്ച് വെച്ചിട്ടുള്ള ഒരു നിയമവും അള്ളാഹുവിൻ്റെ ഒരു ഭരണവ്യവസ്ഥയും ഒക്കെ ഉണ്ടല്ലോ, അതിന് പൂർണ്ണമായിട്ട് ഈ സൂര്യനും ചന്ദ്രനും ആകാശത്തുള്ളവർക്കും ഭൂമിയിലുള്ളവർക്കൊക്കെ എന്ത് ചെയ്യണം, വിധേയമാകണം. അതിന് ഒഴിഞ്ഞു മാറാൻ ആർക്കും കഴിയൂല. അപ്പോൾ അതാണ് ഇവിടെ ആ ഒരു അർത്ഥത്തിലാണ് ഇവിടെ സുജൂദ് എന്നത് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അമാനു അലി റഹ്മത്തുള്ളാഹിയിലേക്ക് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഓരോരുത്തർക്കും അതിൻ്റേതായ സുജൂദുകളുണ്ട്. പക്ഷെ അതെങ്ങനെയായിരിക്കും എന്ന് നമ്മൾക്കറിയുകയില്ല. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു മംഫിസ് സമാവാത്ത് ആകാശങ്ങളിലുള്ളവർ. അപ്പം ആകാശങ്ങളിലുള്ളവർ, ആകാശത്ത് പ്രധാനമായിട്ടും ആരല്ലേ? ആര്? വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഇവിടെ മന്നാണ്, അഥവാ ജീവനുള്ള വസ്തുക്കൾക്കാണ് മണ്ണ് ഉപയോഗിക്കുക, ജീവനില്ലാത്ത വസ്തുക്കൾക്കാണെങ്കിൽ മാന്നാണ് ഉപയോഗിക്കുക അറബി ഭാഷാ നിയമം പറയും. അപ്പോൾ ഇവിടെ മംഫി സമാവാത്താണ് ആകാശങ്ങളിലുള്ളവർ മലക്കുകളാണ്. പണ്ഡിതന്മാർ പറഞ്ഞ് മിനൽ മലായിക്കത്തി ഫി അക്താരി സമാവാത്ത് ആകാശങ്ങളുടെ നാനാഭാഗത്തുമുള്ള മലക്കുകളാണ് അവിടെ. അപ്പോൾ മലക്കുകൾ അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്നു. അത് ഹദീസിൽ തന്നെ വന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബത്തിനോട് പറഞ്ഞു, ഇന്നി അറാ മാലാ തറൗൻ നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നുണ്ട്, വ അസ്മഉ മാലാ തസ്മഉ നിങ്ങൾ കേൾക്കാത്തത് ഞാൻ കേൾക്കുന്നുണ്ട് എന്ന് റസൂൽ പറഞ്ഞു. അത്വത്തി സമാഉ ആകാശം ശബ്ദമുണ്ടാക്കുന്നു. നമ്മൾ എന്തെങ്കിലും ഭാരം കയറ്റി വെച്ച് ഭാരം താങ്ങാതാകുമ്പോൾ ഒരു ഞെരുങ്ങലുണ്ടാവില്ലേ, അതാണ് അത്വത്ത്. ആകാശം അങ്ങനെ ഞെരുങ്ങുന്നു എന്നാണ്. വഹുക്ത ലഹ അൻ തഇത്വ എന്നൊരു പ്രവാചകൻ പറയണം, ആകാശത്തിന് അതിന് അവകാശമുണ്ട്, അങ്ങനെ
ആകാശത്തിന് ശബ്ദം ഉണ്ടാക്കാനുള്ള അവകാശമുണ്ട്, കാരണം അത്രയും ഭാരം ആകാശം താങ്ങുന്നുണ്ട്. അപ്പം എന്താണ് ഈ ഭാരം? റസൂലുള്ളാഹി പറയണം, മാ ഫീഹ മൗളിഉ അർബഇ അസ്വാബിഅ, ആകാശത്ത് 4 വിരലുകൾ വെക്കാനുള്ള സ്ഥലം ഇല്ല. ഇല്ലാ വ മലക്കുൻ വാളിഉൻ ജബഹതഹു സാജിദൻ ലില്ലാ, അവിടൊക്കെ ഒരു മലക്ക് സുജൂദിലായിരിക്കും. അപ്പോൾ ആകാശത്ത് 4 വിരലുകൾ, 4 വിരൽ പറഞ്ഞപ്പോൾ എത്ര, 1 ഇഞ്ചോ അല്ലേ? ഇത്ര സ്ഥലം ഇല്ല ആകാശത്ത്. ഇല്ല സ്ഥലത്തൊക്കെ മലക്കുകൾ സുജൂദിലാണ്. അപ്പം കോടിക്കണക്കിന് മലക്കുകൾ കൊണ്ട് ആകാശം മലക്കുകൾ സുജൂദിൽ കിടന്ന് ഇറങ്ങിയിരിക്കുകയാണെന്ന്. അപ്പോൾ ആ ഭാരം താങ്ങാൻ വയ്ക്കാതെയാണ് ആകാശം ശബ്ദമുണ്ടാക്കുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം മലക്കുകളൊക്കെ സുജൂദിലാണ് എന്നർത്ഥം. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ ഇവിടെ പറയുന്നത് വമൻ ഫിൽ അർള്, ഭൂമിയിലുള്ളതും എല്ലാം അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഭൂമിയിൽ മനുഷ്യന്മാരുണ്ട് അല്ലേ? അതേപോലെ ഇവിടെ ആരുണ്ട്? ബുദ്ധിയുള്ള ജീവികളിൽ പിന്നെ ആരുണ്ട്? ജിന്നുകളുണ്ട്. അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന ജിന്നുകളുണ്ട്, അതേപോലെ മനുഷ്യന്മാരുണ്ട് അല്ലേ? അപ്പോൾ ജിന്നുകളുടെ കൂട്ടത്തിൽ നമ്മളെ പോലെ തന്നെ എന്തുണ്ട്? മുസ്ലിമീങ്ങളുണ്ട്, വിശ്വാസികളുണ്ട്, മുഅ്മിനീങ്ങളുണ്ട്. അതേപോലെ തന്നെ അവരും നമ്മളെ പോലെ എന്ത് ചെയ്യും? ഇൽമ പഠിക്കും, അവരും ഖുർആൻ ഓതും, അവരും ചിലപ്പോൾ ദർസുകളൊക്കെ വന്നിരുന്ന് എന്ത് ചെയ്യും? ദർസുകളൊക്കെ കേൾക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ചിലപ്പോൾ നാസർക്ക് ചിലപ്പോൾ അപ്പുറത്തൊക്കെ ഉണ്ടോയെന്ന് വായിക്കോലും. മനസ്സിലായി? അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വെച്ച് നമുക്ക് പറഞ്ഞു തന്ന ബുദ്ധിജീവികളിൽ മനുഷ്യന്മാരും ജിന്നുകളും, അള്ളാഹു പറഞ്ഞു തരാത്ത ജീവികളും ചിലപ്പോൾ ബുദ്ധിയിൽ ഇവിടെ ഉണ്ടാകും. ആരൊക്കെ ഉണ്ടോ അവരൊക്കെ അള്ളാഹുവിന് വേണ്ടി അവരിലും താക്കീതുകാരുണ്ട്, അവരിലും നദീറുകൾ, അവരിൽ നബിമാരുണ്ടാവില്ല എന്നുള്ളതാണ് പണ്ഡിതന്മാർ ഒരു ശരിയായ അഭിപ്രായമായിട്ട് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അവരിൽ താക്കീതുകാരുണ്ടാവും, ദായികളുണ്ടാവും, നമ്മളെ പോലെയൊക്കെ ദഅവത്ത് ചെയ്യുന്ന ആൾക്കാർ അവരുടെ കൂട്ടത്തിലും ഉണ്ടാകും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറുൻ മിനൽ ജിന്നി ഫഖാലു ഇന്നാ സമീഅനാ ഖുർആന അജബ, സൂറത്ത് ജിന്നിൽ പറയുന്നില്ല. പിന്നെ അവരുടെ ഒരുപാട് കാര്യങ്ങളാണ് അവരെക്കുറിച്ച് പറയുന്നില്ല. ജിന്നിൽ കുറേ കാര്യങ്ങൾ ആ വിഷയം പറയുന്നുണ്ട്. ശരി, അപ്പോൾ ഏതായിരുന്നാലും ഭൂമിയിൽ ഉള്ള മനുഷ്യന്മാരാവട്ടെ ജിന്നുകളാകട്ടെ ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അള്ളാഹുവിന് സുജൂദ് നിർവഹിക്കുന്നുണ്ട്. എന്നിട്ട് ഇനി അള്ളാഹു ഓരോന്നും എടുത്ത് പറയാണ്. ഇപ്പം മൊത്തത്തിലെ പറഞ്ഞ ആകാശഭൂമികളിൽ, ഇനി മൊത്തത്തിൽ ഓരോന്നുള്ള എടുത്ത് പറയാം. വശംസു, സൂര്യൻ അള്ളാഹിന് സുജൂദ് ചെയ്യുന്നുണ്ട്. വൽ ഖമറു, ചന്ദ്രൻ ചെയ്യുന്നുണ്ട്. വൻ നുജൂമു, നക്ഷത്രങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ സൂര്യൻ എങ്ങനെ സുജൂദ് ചെയ്യണ് നമുക്കറിയില്ല, ചന്ദ്രൻ എങ്ങനെ നമുക്കറിയില്ല, നക്ഷത്രങ്ങൾ എങ്ങനെ നമ്മൾക്കറിയില്ല. പക്ഷേ ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാഠം, സൂര്യൻ എന്നൊക്കെ പറഞ്ഞാൽ എത്ര വലിയൊരു വസ്തുവാണ്. 13.5 ലക്ഷം ഭൂമിയെ സൂര്യനിലേക്ക് വെക്കാൻ പറ്റുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. ഭൂമി എന്ന് പറഞ്ഞാൽ തന്നെ എത്ര വലുതാ? 24,000 കിലോമീറ്ററാണ് ഭൂമിയുടെ വ്യാസം, ഡയമീറ്റർ. ഇങ്ങനത്തെ 13 ലക്ഷം സൂര്യനിലേക്ക് എടുത്തൊക്കെ പറ്റും പറഞ്ഞാൽ സൂര്യൻ എത്ര വലുതാ. പക്ഷേ ഈ സൂര്യൻ പോലും അള്ളാഹുവിന് കീഴൊതുങ്ങുന്നു. അതേപോലെ തന്നെ ചന്ദ്രൻ വലുതാണ്. വൻ നുജൂമു, നക്ഷത്രങ്ങൾ. സൂര്യൻ എന്ന് പറഞ്ഞാൽ ഒരു നക്ഷത്രമാണ്, പക്ഷേ സൂര്യനേക്കാൾ വലിയ നക്ഷത്രങ്ങളില്ലേ? സൂര്യനാണ് ഏറ്റവും ചെറിയ നക്ഷത്രം, സൂര്യനേക്കാൾ വലിയ നക്ഷത്രങ്ങളുണ്ട്. അതും നജ്മല്ല, നുജൂമാണ്, നക്ഷത്രങ്ങൾ. അപ്പോൾ ഒരു നക്ഷത്രം ഇത്ര വലിപ്പമുണ്ട് കൂട്ടുക, സൂര്യനെ 13.5 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാൻ പറ്റുന്ന വലിപ്പം എന്ന് പറയുമ്പോൾ സൂര്യനേക്കാൾ വലിയ നക്ഷത്രങ്ങളുണ്ട്. പറയുമ്പോൾ നമ്മളിപ്പോൾ കുറേ നക്ഷത്രങ്ങൾ കൂടിയ ഒരു ക്ലസ്റ്ററിനാണ്, ഒരു കൂട്ടത്തിനാണ് എന്ത് പറയുക? ഗാലക്സി എന്ന് പറയുക, ക്ഷീരപഥം. അപ്പം നമ്മളെ ഗാലക്സി മിൽക്കി വേ. ഈ മിൽക്കി വേയിൽ തന്നെ ആയിരക്കണക്കിന്, 10,000-കണക്കിന്, ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട്. ഇങ്ങനെ നക്ഷത്രങ്ങൾ കൂടിയ ഒരു ക്ലസ്റ്റർ, ഒരു കൂട്ടത്തിനാണ് ഗാലക്സി. ഇങ്ങനത്തെ ബില്യൺ കണക്കിന് ഗാലക്സികൾ ലോകത്തുണ്ട് എന്നാണ്. ഇത് മുഴുവൻ അള്ളാഹുവിന് വേണ്ടി സുജൂദിലാണ് പറയുമ്പോൾ അള്ളാഹു അക്ബർ. അതാണ് അള്ളാഹുവിൻ്റെ മഹത്വം. അതുമാത്രമല്ല, ഇവിടെ എന്തുകൊണ്ടാണ് ഷംസും ഖമറും നുജൂം മൂന്നിനും ഒരുമിച്ച് എന്തുകൊണ്ട് പറഞ്ഞു? അതും പണ്ഡിതന്മാർക്കുള്ളൊരു ചർച്ച ഉണ്ട്. മൂന്നും എന്തുകൊണ്ട്? സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ. ഇതിനെ അള്ളാഹു ഒരുമിച്ച് പറയാനുള്ള കാരണം ഇവ മൂന്നും ആരാധിക്കപ്പെട്ടിരുന്നു. പണ്ഡിതന്മാർ പറഞ്ഞാൽ അന്നഹ ഖദ് ഉബിദത് മിൻ ദൂനില്ല, അള്ളാഹ്ക്ക് പുറമെ ആളുകൾ ആരാധിച്ചിരുന്ന സാധനങ്ങളായിരുന്നു സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളൊക്കെ. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്വാബിഈങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ആരാണ് സ്വാബിഈങ്ങൾ? കുറേ അഭിപ്രായം പറഞ്ഞപ്പോൾ ഒരഭിപ്രായം എന്തായിരുന്നു? അവർ നക്ഷത്രങ്ങൾ ആരാധിച്ചിരുന്നവരായിരുന്നു. അങ്ങനത്തെ ആൾക്കാർ ഉണ്ട്, ഇപ്പോഴും അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടെന്നാണ് മനസ്സിലാവുന്നത്. അതേപോലെ സൂര്യ നമസ്കാരം ചെയ്യുന്ന ആൾക്കാരില്ലേ, നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റൂല? സൂര്യൻ ഉദിച്ചു ഉയരുന്ന സമയത്ത് നിസ്കരിക്കാൻ പറ്റുമോ?
ഇല്ല. സൂര്യോദയം 6 മണിക്ക് വെച്ചാൽ 6 മണി മുതൽ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് വരെ നമുക്ക് നിസ്കരിക്കാൻ പറ്റൂല. എന്തുകൊണ്ടാണ്? സൂര്യനെ ആരാധിക്കുന്നവർ ആ സമയത്ത് ആരാധനകൾ നടത്തുന്ന സമയമാണ്. അതേപോലെ തന്നെ സൂര്യൻ നേരെ തലയുടെ മുകളിൽ വന്ന് നിൽക്കുന്ന സമയം എന്ത് ചെയ്യാൻ പാടില്ല? ആ സമയത്ത് നിസ്കരിക്കാൻ പാടില്ല. പിന്നെ ഇതന്നെ ഇതും അതേപോലെ തന്നെ ഒരു സന്ദർഭം കൂടി ഉണ്ട്. ഇത് സൂര്യൻ അസ്തമിക്കാൻ നേരത്ത് ഒരു 15 മഗ്‌രിബിൻ്റെ ഒരു 15 മിനിറ്റ് മുമ്പേ. ഈ 3 സമയങ്ങളിൽ നിസ്കാരം ഹറാമാണ്. ആ സമയത്ത് നിസ്കരിക്കാൻ പാടില്ല. അവിടെ നിസ്കരിക്കാൻ പാടില്ല പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നഫ്ലിയായ നിസ്കാരങ്ങളാണ് ഹറാമ്. നിസ്കാരങ്ങൾ തന്നെ പല ടൈപ്പുകളുണ്ട്. ഇപ്പോൾ ഫർദ് നിസ്കാരങ്ങൾക്ക് പുറമെ മുഅക്കദായ നിസ്കാരങ്ങളുണ്ട്. മുഅക്കദായ നിസ്കാരം എന്ന് പറഞ്ഞാൽ റവാത്തീബ് പോലത്തെ ശക്തമായ സുന്നത്തിലെ നിസ്കാരങ്ങൾ. അതല്ലാതെ സബബുകളുള്ള നിസ്കാരങ്ങളുണ്ട്, സുന്നത്ത് നിസ്കാരങ്ങൾ. സബബുകളിൽ ഇപ്പോൾ ഒരാൾ വുളു എടുത്തു കഴിഞ്ഞാൽ 2 റക്അത്ത് നിസ്കരിക്കണം. അത് വുളു എടുത്തു എന്നുള്ളതിൻ്റെ പേരിലാണ്. പള്ളി കയറി 2 റക്അത്ത് നിസ്കരിക്കണം. അത് തഹിയ്യത്തിന് പള്ളി കയറി എന്നുള്ളതിൻ്റെ പേരിലാണ്. ഇതൊന്നുമല്ല, ഒരാൾ വെറുതെ ഒരാൾക്ക് നിസ്കരിക്കാൻ തോന്നിയപ്പോൾ നിസ്കരിക്കുക. ഇതാണ് നഫ്ലിയായ നിസ്കാരം എന്ന് പറഞ്ഞാലോ. മുത്തലക്കൻ സുന്നത്ത്. ഒരാൾ 11 മണിക്ക് നിസ്കരിക്കുക. 11 മണിക്ക് റസൂൽ നിസ്കരിച്ചുകൂടാ ചോദിച്ചാൽ തെളിവുണ്ടോ? തെളിവൊന്നുമില്ല. അപ്പം അങ്ങനെ പ്രത്യേകിച്ച് തെളിവുണ്ടാവില്ല. ഓനക്ക് നിസ്കരിക്കാൻ തോന്നി, അപ്പോൾ ഓൻ എന്ത് ചെയ്തു? ഓൻ നിസ്കരിച്ചു എന്നുള്ളതാണ്. ചില സ്വഹാബാക്കളൊക്കെ ഓർമ്മശനെങ്കിൽ ജുമാക്ക് മുമ്പാണ് വന്നു കഴിഞ്ഞാൽ 20 റക്അത്ത് നിസ്കരിക്കുമായിരുന്നു എന്നാണ് സുന്നത്ത് നിസ്കാരം. അപ്പോൾ 20 റക്അത്ത് നിസ്കരിക്കണേ ഓല് അത്ര നേരത്തെ വരുന്നുണ്ടാവും. 1 2 ആ 20 റക്അത്തൊക്കെ ഉണ്ടല്ലേ, അങ്ങനെ അതിന് ഒരു പ്രത്യേക ഇതൊന്നുമില്ല. റസൂൽ 20 റക്അത്ത് നിസ്കരിച്ചു അതുകൊണ്ട് 20 റക്അത്ത് നിസ്കരിക്കുക അങ്ങനെയാണോ? അല്ല. അല്ലെങ്കിൽ ജുമാക്ക് മുമ്പ് നിങ്ങൾ 20 നിസ്കരിക്കണം എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അതിനാണ് നഫ്ലിയായ നിസ്കാരം. അതെ, ഖതീബ് മുമ്പ് കയറി പിന്നെ നിസ്കാരം നിർത്തുക. അതെ, അതുവരെ നിസ്കരിക്കാം. ഖതീബ് മിമ്പർമ കയറുന്ന വരെ നിസ്കരിക്കാം. അപ്പോൾ ഇതാണ് ഈ നിസ്കാരം എന്ത് ചെയ്യാൻ പാടില്ല? ഈ പറഞ്ഞ സമയങ്ങളിൽ നിസ്കരിക്കാൻ പാടില്ല. അപ്പോൾ ഒരാൾ അസർ നിസ്കരിച്ചിട്ടില്ല, അപ്പോൾ നോക്കുമ്പോൾ ഇനി മഗ്‌രിബ് ബാങ്ക് കൊടുക്കാൻ 5 മിനിറ്റ് ഉള്ളു. ഈ സമയത്ത് നിസ്കാരം ഹറാമാണെങ്കിൽ മഗ്‌രിബിൻ്റെ കൂടെ നിസ്കരിക്കാൻ വരാൻ പറ്റുമോ? അത് പറ്റില്ല. അതേപോലെ തഹിയ്യത്ത് നിസ്കാരം എന്ത് ചെയ്യുക? ഒരാൾക്ക് നിസ്കരിക്കുക. അപ്പോൾ അങ്ങനെ സബബിയായ നിസ്കാരങ്ങളൊക്കെ ആ സമയത്ത് നിസ്കരിക്കൽ പ്രശ്നമില്ല എന്നുള്ളതാണ് പണ്ഡിതന്മാരുടെ പ്രബലമായ അഭിപ്രായം. എന്നാലും ഈ സൂര്യൻ അസ്തമിക്കാൻ നിൽക്കുന്ന ലാസ്റ്റ് ടൈമിൽ മഗ്‌രിബിൻ്റെ 2-3 മിനിറ്റ് മുമ്പേ, അതേപോലെ സൂര്യൻ ഉദിച്ച് തുടങ്ങുന്ന സമയത്ത്, ഈ സമയത്തൊക്കെ തഹിയ്യത്താണെങ്കിലും ഒഴിവാക്കണം. കാരണം അത് കടുത്ത ഹറാമിൻ്റെ സമയമാണ്. അത് ഈ സൂര്യനെ ആരാധിക്കുന്ന ആളുകൾ അവരുടെ ആരാധനയുടെ മൂർധന്യാവസ്ഥയിലെത്തുന്ന സമയമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ ഇപ്പോൾ നിസ്കാരം എന്ന് പറയുന്നതാണ് നല്ലത്. നമസ്കാരം എന്ന് പറഞ്ഞിട്ടെടുക്കും. നിസ്കാരം നമുക്ക് കേൾക്കുമ്പോൾ നമസ്കാരം എന്ന് പറഞ്ഞേക്കാൻ നല്ലതായിട്ട് തോന്നുക, പക്ഷേ നിസ്കാരം, കാരണം ഇപ്പോൾ സൂര്യ നമസ്കാരം, അതേപോലെ അമുസ്ലിമീങ്ങൾ കണ്ടുമുട്ടുമ്പോൾ ഒരിക്കലും അഭിവാദ്യമാണ് എന്ത്? നമസ്കാരം ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിന് ഒഴിവായിട്ട് നിസ്കാരം എന്ന് പറയലാണ് നല്ലത്. ശരി. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു ഇവിടെ പറഞ്ഞ സൂര്യനും ചന്ദ്രനൊക്കെ ആരാധിച്ചിരുന്ന ആൾക്കാരുണ്ടായിരുന്നു. ബയ്യന, അപ്പോൾ അള്ളാഹ് ഇവിടെ വ്യക്തമാക്കുകയാണ്, അന്നഹ തസ്ജുദു ലി ഖാലിഖിഹ, നിങ്ങൾ ആരാധിക്കുന്ന ഈ സൂര്യനും ചന്ദ്രൻ നക്ഷത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അവ തന്നെ അള്ളാഹിനെ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യണത് എന്താണ്? പൊട്ടത്തരാണ്. നിങ്ങൾ സൂര്യനും ചന്ദ്രൻ നക്ഷത്രങ്ങളൊക്കെ ആരാധിക്കുന്നു, അവർക്ക് സുജൂദ് ചെയ്യുന്നു. അവ ആ സമയത്ത് അള്ളാഹുവിൻ്റെ മുന്നിൽ സുജൂദിലാണ്. അതുകൊണ്ട് ചെയ്യണ്ട. അപ്പോൾ അന്നഹ മുസഖറ, അവയൊക്കെ അള്ളാഹുവിന് കീഴൊതുങ്ങിയവയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട? അവക്ക് കീഴൊതുങ്ങേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് അള്ളാഹ് സൂറത്ത് ഫുസ്സിലത്തിൽ പറഞ്ഞത്, ലാ തസ്ജുദു ലിശംസി വലാ ലിൽ ഖമരി, സൂര്യനും ചന്ദ്രനും നിങ്ങൾ സുജൂദ് ചെയ്യരുതേ. വസ്ജുദു ലില്ലാഹ്, അള്ളാഹുവിന് സുജൂദ് ചെയ്യൂ. ഖലഖഹുന്ന, സൂര്യനും ചന്ദ്രനൊക്കെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. അതുകൊണ്ട് അവന് സുജൂദ് ചെയ്യ്. ഇൻ കുന്തും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ അവനെ ആരാധിക്കുന്നുവെങ്കിൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇനി സൂര്യൻ്റെ സുജൂദ് അത് പ്രത്യേകം ഹദീസിൽ വന്നിട്ടുണ്ട്. സൂര്യൻ്റെ സുജൂദ് പ്രത്യേകം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഹദീസിൽ അബൂദർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ഹീന ഗറബത്തി ശംസു, സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുകയാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ റളിയല്ലാഹുവിനോട് ചോദിക്കുകയാണ്, അത്തദ്രി ഐന തദ്ഹബ്, അതെങ്ങോട്ടാണ് പോണത് എന്ന് എനിക്കറിയോ? സൂര്യൻ എങ്ങോട്ടാണ് പോണത് എനിക്കറിയോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലാഹു റസൂലുഹു അഅലം, അല്ലാഹു റസൂലിനെ അറിയാം. അപ്പോൾ റസൂൽ പറഞ്ഞു, ഫഇന്നഹാ തദ്ഹബു ഹത്താ തസ്ജുദ തഹ്തൽ അർഷ്,
അതങ്ങനെ പോകും. എന്നിട്ട് അർഷിൻ്റെ ചുവട്ടിൽ അത് സുജൂദ് ചെയ്യും. അപ്പം അതിൻ്റെ യാത്ര എവിടേക്കാണ്? അർഷിലേക്കാണ്. അർഷിനിലാണ് ആരുള്ളത്? അള്ളാഹു. ആ അർഷിൻ്റെ ചോട്ടിൽ, അള്ളാഹിൻ്റെ ചോട്ടിൽ പോയിട്ട് അത് സുജൂദ് ചെയ്യും. ഫതസ്തഅ്ദിന, അങ്ങനെ പിറ്റേ ദിവസം ഉദിക്കേണ്ട സമയമാകുമ്പോൾ സമ്മതം ചോദിക്കും, പോട്ടെ. ഫയുഅ്ദനുലഹ, അപ്പോൾ സമ്മതം കൊടുക്കും, പോയിക്കോ, പോയി ഉദിച്ചോ. അപ്പോൾ പോയിട്ട് ഉദിക്കും. വയൂഷിക്കു അൻ തസ്ജുദ ഫലാ യുഖ്ബല മിൻഹ, അങ്ങനെ ഒരു ദിവസം. ഇതാണ് എന്നും നടക്കുന്നത്. ഇപ്പോൾ സൂര്യൻ അസ്തമിക്കാനായി, ഇനി അസ്തമിക്കുമ്പോൾ എങ്ങോട്ടാണ് പോണത്? നമ്മൾ അമേരിക്കയ്ക്കാണ് കയറി. അത് നമുക്ക് ഇത് വെച്ച് നോക്കുമ്പോൾ ശരിയാണ്. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എവിടേക്കാണ് പോണത്? അർശിൻ്റെ ചോട്ടിലേക്കാണ്. അപ്പോൾ അതെങ്ങനെയൊക്കെ അള്ളാഹു അല്ലേ, നമുക്കത് തസവ്വൂർ ചെയ്യാൻ കഴിയൂല, നമുക്കത് ചിന്തിക്കാൻ കഴിയൂല. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ സെമീന വാത്തോയന കേട്ടു, സ്വഹിയാന്ന് മനസ്സിലാക്കി, അതുകൊണ്ട് അനുസരിച്ചു, ഖലാസ്. ശരി. അപ്പോൾ റസൂൽ പറയുകയാണ് അങ്ങനെ ഒരു ദിവസം വരും, അന്ന് അതിൻ്റെ സുജൂദ് സ്വീകരിക്കൂല. അത് സുജൂദ് ചെയ്യും പക്ഷെ സ്വീകരിക്കൂല. അപ്പോൾ തസ്തഅ്ദിന, അത് ഉദിക്കാൻ വേണ്ടിയിട്ട് പോകാൻ സമ്മതം ചോദിക്കും. ഫലാ യുഅ്ദന ലഹ, സമ്മതിക്കൂല. അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്മതം കൊടുക്കൂല, പോകാൻ പറ്റൂല. ഇതെപ്പോഴേക്കരം? യൗമുൽ ഖിയാമത്ത് സമയത്ത്. യുഖാലു ലഹ, അതിനോട് പറയപ്പെടും, ഇർജിഇ മിൻ ഹൈസു ജിഇതി, ജി എവിടുന്നാണോ വന്നത് അവിടേക്ക് പോയിക്കോ. എവിടുന്നാ വന്ന്? പടിഞ്ഞാറ് ഭാഗത്തുനിന്ന്. അപ്പോൾ പടിഞ്ഞാർക്ക് തന്നെ പോയിക്കോ. ഫത്തത്ലുഉ മിൻ മഗ്രിബിഹ, അങ്ങനെ പടിഞ്ഞാറുന്ന് സൂര്യൻ ഉദിക്കും. അതാണ് അവസാന സമയത്ത് പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കൂലേ, ആ ഉദിക്കൽ. എന്നിട്ട് റസൂല് ആയത്തോതി, വശംസു തജ്രി ലിമുസ്തഖരിൻ ലഹാ, സൂറത്ത് യാസീനിലെ വശംസു, സൂര്യൻ തജ്രി സഞ്ചരിക്കുന്നു, ലിമുസ്തഖരിൻ ലഹാ, അതിൻ്റേതായൊരു മുസ്തഖർ, ഒരു സ്ഥാനമുണ്ട് അതിന്, അവിടേക്ക് സൂര്യൻ പോകുന്നു. അത് ഇതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ശരി. അപ്പോൾ സൂര്യൻ അതെന്ത് ചെയ്യുന്നു? അതിൻ്റെ സുജൂദാണ് പറഞ്ഞത്. അബുൽ ആലിയ റഹിമഹുല്ല പറയാണ്, മാഫിസ് സമാഇ നജ്മുൻ, ആകാശത്തൊരു നക്ഷത്രവുമില്ല, വലാ ഷംസുൻ, സൂര്യനില്ല, വലാ ഖമറുൻ, ചന്ദ്രനില്ല, ഇല്ലാ യഖഉ ലില്ലാഹി സാജിദൻ ഹീന യഗീബു, അത് അസ്തമിക്കുന്ന സമയത്ത് അള്ളാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ടല്ലാതെ. അപ്പോൾ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളൊക്കെ അസ്തമിക്കുന്ന സമയത്ത് അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. സുമ്മ ലാ യൻസരിഫു ഹത്താ യുഅ്ദന ലഹു, പിന്നീട് അള്ളാഹിൻ്റെ സമ്മതം കിട്ടുമ്പോൾ അവ തിരിച്ചു പോരുന്നു. ഫയഖുദ ദാത്തൽ യമീൻ, എങ്ങനെ വരിക? വലത് ഭാഗം ചെരിഞ്ഞ്, വലത് ഭാഗം ചെരിഞ്ഞത് ഇങ്ങനെ തിരിച്ചു പോരും. ഹത്താ യർജിഅ ഇലാ മത്ലഇഹി, അതിൻ്റെ ഉദയസ്ഥാനത്തേക്ക് എത്തുന്നത് വരെ വലത് ഭാഗം ചാഞ്ഞ് അതിങ്ങനെ തിരിച്ചു പോരുന്നതാണ് അബുൽ ആലിയ റഹിമഹുല്ല പറയണം. ശരി. അപ്പോൾ എന്തായിരുന്നാലും സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഇതൊക്കെ അള്ളാഹുവിന് എന്ത് ചെയ്യുന്നു? സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ ആരെക്കുറിച്ചാണ് പറഞ്ഞത്? വൽ ജിബാൽ, പർവ്വതങ്ങൾ. പർവ്വതങ്ങളും അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ പർവ്വതങ്ങൾ എന്ന് പറയുമ്പോൾ പർവ്വതങ്ങളുടെ പ്രത്യേകത എന്താ? അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അഖ്വാ ജുന്ദില്ല, അള്ളാഹിൻ്റെ സൈന്യങ്ങളിൽ ഏറ്റവും സ്ട്രോങ് പർവ്വതങ്ങളാണ്. അല്ലേ, അള്ളാഹിൻ്റെ സൈന്യങ്ങൾ ഏറ്റവും സ്ട്രോങ്. അപ്പോൾ നമുക്കറിയാം, പർവ്വതം നമുക്ക് പൊട്ടിക്കാൻ വയ്ക്കുമോ? ഇല്ല. അപ്പോൾ ഇവിടെ ഒന്നും പർവ്വതമല്ല, ഇവിടെ കടലാണ്. ഇവിടെ കടല. അപ്പോൾ മദ്രസയിലത്തെ കുട്ടികളോട് നിങ്ങൾക്ക് എന്തിനാണ് പൂജ ചോദിച്ചാൽ ഓല് വരെ കുന്ന് കാണാനാണ്, മല കാണാനെന്നൊക്കെയാണ് ഓല് വരെ. നമ്മുടെ നാട്ടിൽ മദ്രസയിലെ കുട്ടികളുടെ ചോദിച്ചാൽ ഓല് വരെ ബീച്ച് കാണാനാണെന്നാണ്. അവിടെ ഞങ്ങളുടെ നാട്ടിൽ എന്തില്ല? കടലില്ല, ആ ബീച്ചില്ല. അപ്പോൾ ഈ നമ്മുടെ നാട്ടിൽ കുറേ മലകളുണ്ട്, അവിടെയൊക്കെ കോറികളുണ്ട്, കുറേ കോറികൾ നമ്മുടെ നാട്ടിൽ. പെരിന്തൽമണ്ണൊക്കെ വലിയ കോറികളുണ്ട്. ഈ കോറി എന്താ? ഈ പർവ്വതം ബോംബ് വെച്ച് പൊട്ടിച്ച് എടുക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അതിന് ഉപയോഗിക്കണ ബോംബ് പറഞ്ഞാൽ വലിയ ബോംബുകളാണ്. അത് പൊട്ടിച്ചാൽ തന്നെ എത്ര കഷ്ണ പോരുക? ചെറിയ കഷ്ണ പോരുള്ളൂ അല്ലേ? എത്ര തവണ പൊട്ടിക്കണ ഒരു വലിയ കഷ്ണം കിട്ടണമെങ്കിൽ. അപ്പോൾ അത്രയും സ്ട്രോങ് ആണ് പർവ്വതം എന്ന് പറഞ്ഞാലും. പക്ഷേ ഈ പർവ്വതം പോലും അള്ളാഹുവിന് വേണ്ടി സുജൂദിലാണ്. ഈ പർവ്വതങ്ങളിലാണ് ആരില്ലത്? വലിയ കല്ലുകളില്ലത്, വലിയ പാറകൾ, വലിയ കല്ലുകളൊക്കെ ഈ പർവ്വതങ്ങളിലാണ്. ഈ കല്ലുകളും അള്ളാഹുവിൻ്റെ മുന്നിൽ സുജൂദിലാണ്. സൂറത്തുൽ ബഖറയിൽ അള്ളാഹ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വ ഇന്ന മിനൽ ഹിജാറത്തി ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ, കല്ലുകളിൽ ചില കല്ലുകളുണ്ട്, അവ എന്ത് ചെയ്യുന്നു? പൊട്ടിയിട്ട് അതിന്ന് അരുവികൾ പൊട്ടി ഒഴുകുന്നു. കല്ലുകളിൽ നിന്ന് അരുവികൾ പൊട്ടി ഒഴുകുന്നു. വ ഇന്ന മിൻഹാ ലമാ യശഖഖു ഫയഖ്റുജു മിൻഹുൽ മാ, ചില കല്ലുകൾ പിളരുന്നു, എന്നിട്ട് അതിന് വെള്ളം പുറത്തേക്ക് വരുന്നു. വ ഇന്ന മിൻഹാ ലമാ യഹ്ബിതു മിൻ ഖശിയത്തില്ലാ, ചില പർവ്വതങ്ങൾ അള്ളാഹുവിനോടുള്ള ഭയം കാരണം ഉരുണ്ടു വീഴുന്നു. നമ്മൾ കണ്ടിട്ട് ചില
ഇതിൻ്റെ മുകളിൽ നിന്നൊക്കെ കല്ലിങ്ങനെ ഉരുണ്ട് വീണ് ആക്സിഡൻ്റ് ഉണ്ടായി, അപകടം ഉണ്ടായി, കല്ലുരുണ്ട് വീണൊക്കെ കണ്ടിട്ടില്ലേ? ഉരുൾപൊട്ടലിനൊക്കെ ഉണ്ടാവും. അള്ളാഹുവിനോടുള്ള ഭയം കാരണത്താൽ കല്ലുകൾ ഉരുണ്ട് വീഴുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അപ്പോൾ ഈ കല്ലുകൾ ഇവ അള്ളാഹുവിനോടുള്ള വിനയം കാരണം ഉരുണ്ട് വീഴുന്നു, സുജൂദ് ചെയ്യുന്നു. ഈ കല്ലുകൾ നിലകൊള്ളുന്ന പർവ്വതം അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്നു. അവിടെ ആലോചിക്കേണ്ട ഒരു വലിയ കാര്യം, മനുഷ്യൻ ഈ കല്ലുകളെയാണ് എന്ത് ചെയ്യണത്? വെട്ടിണ്ടാക്കി വിഗ്രഹമാക്കി മാറ്റിയിട്ട് ഇതിൻ്റെ മുന്നിലാണ് സുജൂദ് ചെയ്യണത്. എത്ര വലിയ വിദ്യയെന്ന് ആലോചിച്ചു. അതുകൊണ്ടാണ് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് എന്ത്? തൗഹീദ്. ഒരു സംശയമല്ല. കാരണം ആലോചിച്ചു നിങ്ങൾ, ഈ മനുഷ്യൻ കൊത്തിണ്ടാക്കി കഷ്ടപ്പെട്ട് ഇടങ്ങറാക്കി ഉണ്ടാക്കിയിട്ട് ഈ കല്ലും ഇതൊക്കെ കൊത്തിണ്ടാക്കി വിഗ്രഹം ഉണ്ടാക്കുന്നു, അതിൻ്റെ മുന്നിൽ കൈകൂപ്പി അതിനോട് സഹായം ചോദിച്ച് അതിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്യണു. ഈ കല്ലുകളാകട്ടെ ആ സമയത്ത് അള്ളാഹുവിൻ്റെ മുന്നിൽ സുജൂദിലാണ്. ഈ കല്ലുകൾ ഉൾക്കൊള്ളുന്ന പർവ്വതങ്ങളും അള്ളാഹിൻ്റെ മുന്നിൽ സുജൂദിലാണ്. അപ്പോൾ ഇവരുടെ പ്രവർത്തനം എത്ര വലിയ വിഡ്ഢിത്തരാന്ന് ആലോചിച്ചോക്ക്. അതാണ് അള്ളാഹു സുബ്ഹാനഹു. അതേപോലെ തന്നെ നിങ്ങൾ വെച്ചൊക്കെ ജാറങ്ങൾ, ഇപ്പോൾ നമ്മൾ വെളിയങ്കോട് ജാറം, മുനമ്പത്ത് ജാറം ഒക്കെ അല്ലേ, പുത്തമ്പള്ളി ജാറം, ഇതൊക്കെ ഉണ്ടാക്കണത് എന്തുകൊണ്ടാണ്? കല്ലുകൊണ്ടാണ് അല്ലേ? കല്ലുണ്ടാക്കി സിമെൻ്റൊക്കെ ഉണ്ടാക്കിയിട്ട് കെട്ടിപ്പൊന്തിക്കണതാണ്. എന്നിട്ട് അതിൻ്റെ മുന്നിൽ പോയിട്ടാണ് ആൾക്കാർ സുജൂദ്. ഈ കല്ലുകൾ ആ സമയം അള്ളാഹുവിന് വേണ്ടിയുള്ള ആരാധനയിലാണ്. ഇവർ കല്ലിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നു, ഈ കല്ലുകളാകട്ടെ അതിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ മുന്നിൽ ആരാധനയിലാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം, തൗഹീദ്. ശരി, ഏതായിരുന്നാലും പർവ്വതങ്ങൾ, മലകൾ, ഇത് അള്ളാഹുവിനോട് സുജൂദ് ചെയ്യുന്നു. ഒരു ഹദീസിൽ കാണാം, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നൽ ജബല ലയുനാദി അൽ ജബല ബിസ്മിഹി. ഒരു പർവ്വതം മറ്റേ പർവ്വതത്തെ അതിൻ്റെ പേരുകൊണ്ട് വിളിക്കുന്നതാണ്. അപ്പോൾ പർവ്വതങ്ങൾക്കൊക്കെ എന്തുണ്ടാവും? പേരുകളുണ്ടാവും. ഇബ്രാഹിം എന്നും സിദ്ദീഖ് എന്നൊക്കെ പോലെ പർവ്വതങ്ങൾക്കും പേരുകളൊക്കെ ഉണ്ടാവും. ഈ പർവ്വതം മറ്റേ പർവ്വതത്തിനെ വിളിക്കുന്നതാണ് പേരുകൊണ്ട്. ഇബ്രാഹിമേ എന്നില്ല പോലെ വിളിക്കും. ഐ ഫുലാൻ, റസൂൽ പറയാണ്, നമ്മൾ ഫുലാൻ എന്ന് പറഞ്ഞാൽ ഇന്നാളെ എന്ന പോലെ പർവ്വതം വിളിക്കും. ഇതിന് പർവ്വതം ചോദിക്കും, ഹൽ മർറ ബിക്കൽ യൗമ അഹദുൻ ദക്കറല്ലാഹ്, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന ആരെങ്കിലും എൻ്റെ അടുത്ത് കൂടെ ഒന്ന് നടന്നു പോയിട്ടുണ്ടോ? ഫഇദാ ഖാല നഅം, അപ്പോൾ ആ പർവ്വതം അതേന്ന് പറഞ്ഞാൽ ഇസ്തബ്ശറ, ഈ പർവ്വതത്തിന് ഭയങ്കര സന്തോഷമാവും. അല്ലാഹു അക്ബർ. പർവ്വതം മറ്റു പർവ്വതത്തിന് ചോദിക്കുകയാണ്, ഇന്ന് അള്ളാഹിനെ ദിക്ർ ചെയ്യുന്ന ആരെങ്കിലും എൻ്റെ അടുത്ത് കൂടെ നടന്നു പോയിട്ടുണ്ടോ? അപ്പോൾ അതെ എന്ന് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഈ പർവ്വതങ്ങൾക്കൊക്കെ ഇദ്റാഖുണ്ട്. പണ്ഡിതന്മാർക്കിടയിൽ വലിയൊരു ചർച്ചയിലെ വിഷയമാണ് ഇദ്റാഖ്. ഇദ്റാഖ് പറഞ്ഞാൽ ഒരു കാര്യം ഗ്രാസ്പ് ചെയ്യാനുള്ള, ഗ്രഹിക്കാനുള്ള കഴിവ്, ഒരു കാര്യം മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്. ബുദ്ധിയല്ല. നമ്മളിപ്പോൾ സാധാരണ ഒരു കാര്യം മനസ്സിലാക്കാനുള്ള കഴിവ് എന്താ പറയുക? അത് ബുദ്ധി ഇല്ലടായിക്കും, ബുദ്ധി എന്ന് പറയാം. പക്ഷേ ഈ പൂർണ്ണമായ അക്കിലല്ല, മനുഷ്യന്മാർക്കില്ല പോലത്തെ ഒരു ബുദ്ധിയല്ല. ചില കാര്യങ്ങളൊക്കെ ഒരു സെൻസ്, ഒരു ബോധം, ചില കാര്യങ്ങളൊക്കെ ഗ്രഹിച്ചെടുക്കാൻ ഒരു ഇദ്റാഖ്. ഇപ്പം മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, പിന്നെ ഫിറഔൻ ചോദിച്ചു, ആരാ റബ്ബ്? ഫമൻ റബ്ബുകുമ യാ മൂസ? റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖലഖഹു സുമ്മ ഹദാ, പിന്നീട് ഹിദായത്ത് നൽകി, അഥവാ ഓരോന്നിനും ബോധനം നൽകിയ അള്ളാഹു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഉറുമ്പുകൾ പ്രത്യേകം എന്താ വെച്ചാൽ അതിനേക്കാൾ ഭാരമുള്ള വസ്തുക്കൾ അത് താങ്ങും, അത് അല്ലേ പൊന്തിക്കും. നമുക്ക് ടേബിൾ തന്നെ കാണാം, ഭക്ഷണം കഴിക്കുമ്പോൾ പഞ്ചസാരൊക്കെ പോയാൽ ഐറ്റുകൾ വന്നിട്ട് എടുത്തോണ്ടാവും, കൊണ്ടുപോകുമ്പോൾ ഒന്ന് വീഴും, പിന്നെയും കഷ്ടപ്പെട്ട് പൊന്തിക്കും, പിന്നെ വീഴും. കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ വേറത്തെ കൂടി വന്നിട്ട് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും, അങ്ങനെയെങ്കിൽ എങ്ങനെയൊക്കെ കൊണ്ടുപോകും. പക്ഷേ ഈ ഉറുമ്പുകൾ ഈ ചെറിയ പിന്നെ വിത്ത് എങ്ങനെ കൊണ്ടുപോവുക? ഇപ്പോൾ ഗോതമ്പ്, അരിമണിയൊക്കെ അത് കഷ്ണാക്കിയിട്ടാണ് കൊണ്ടുപോവുക. എന്തിനാണ് കഷ്ണാക്കണത്? അതിൻ്റെ കൂട് പറഞ്ഞാൽ മണ്ണാണ്. മണ്ണിൽ കൊണ്ടു വെച്ചാൽ മഴ ചെയ്താൽ അത് മുളക്കും, ഉറുമ്പിൻ്റെ കൂട് നശിക്കും. അപ്പോൾ ഇത് ആരാ ഉറുമ്പിന് പറഞ്ഞു കൊടുത്ത്? അതാണ് ആ ഹദ. അള്ളാഹ് പറഞ്ഞില്ലേ, സബ്ബിസ്മ റബ്ബിക്കൽ അലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദ. ഈ ഹദയാണ് ആ ഹദ. എങ്ങനെ? ഇദ്റാഖ്. ഇദ്റാഖ് പറഞ്ഞാൽ മനസ്സിലാക്കിയെടുക്കാനൊരു കഴിവ്. ഇദ്റാഖ്, കാഫ്. അതേപോലെ ഇപ്പോൾ ഞാൻ വാർത്തയിൽ കണ്ട ഒരു വാർത്ത, ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഉറുമ്പുകൾ ശസ്ത്രക്രിയ നടത്തുന്നുണ്ട് എന്നാണ്. ഓപ്പറേഷൻ. ഉറുമ്പുകൾക്കിടയിൽ ഒരു കാല് മുറിയ, കൈ ചതവ്, അങ്ങനെ ചെറിയ പ്രശ്നമൊക്കെ വെച്ചാൽ എല്ലാവരും പാടെടുത്ത് കൊണ്ടുപോകും. എന്നിട്ട് റൂമിൽ കൊണ്ടുപോയിട്ട് ഓപ്പറേഷൻ തുടങ്ങും. 40 മിനിറ്റ് മുതൽ 3 മണിക്കൂർ വരെ നീണ്ടു നിൽക്കാവുന്നതാണ്. എന്നിട്ട് ശരിയാവും. പക്ഷേ ആകെ പോയ കേസാണെങ്കിൽ ഒഴിവാക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ? ഇവിടെ ഒരാൾ ഡോക്ടറാവണമെങ്കിൽ
5 കൊല്ലം MBBS പഠിക്കണം, അതിൻ്റെ മുമ്പ് 1 കൊല്ലം എൻട്രൻസ് പഠിക്കണം, അത് കഴിഞ്ഞ് ഹൗസ് സയൻസ് ചെയ്യണം, അത് കഴിഞ്ഞ് സ്പെഷ്യലൈസേഷൻ എടുക്കണം, പിന്നെ സൂപ്പർ എത്ര കൊല്ലം. പക്ഷേ ഓൽക്കോ അപ്പോൾ അതാണ് ഈ ഹത. അതേപോലെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇപ്പോൾ ഈ ഡിസംബറൊക്കെ വന്ന ജനുവരി ഒക്കെ വരുമ്പോൾ ദേശാടന പക്ഷികൾ ഇറങ്ങും. തണുപ്പ് കാലം വരുമ്പോൾ ചില ദേശാടന പക്ഷികൾ ഭൂമിയുടെ ഒരു തല മുതൽ ഒരു തല വരെ സഞ്ചരിക്കുന്നുണ്ട് എന്നാണ്. എന്നിട്ട് തിരിച്ചെന്ത് ചെയ്യും? ഓലിങ്ങോട്ട് തന്നെ വരും. നമുക്കിപ്പോൾ ഇവിടുന്ന് ഒരു 100 കിലോമീറ്റർ പോകണമെങ്കിൽ ഗൂഗിൾ മാപ്പ് വെക്കണം. എന്നാൽ തന്നെ ഗൂഗിൾ മാപ്പ് ഏതെങ്കിലും തോട്ടിലോ പാടത്തോ കൊണ്ടുപോയി അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഒരു 10 ആൾക്കാരുടെ വഴി വെച്ച് പോകണം. എന്നാൽ ഇവർക്ക് ഏതാ ഗൂഗിൾ മാപ്പ്? അതാണ് അള്ളാഹു അവർക്ക് അവരുടെ ജീനിൽ വെച്ച് കൊടുത്ത് അവർ അങ്ങനെ കുറേ സന്ദർഭം. തേനീച്ചനെ കുറിച്ച് പറയുമ്പോൾ നഹൽ അല്ലേ, നമ്മൾക്കിപ്പോൾ ഒരു സർക്കിൾ വരയ്ക്കണ കോമ്പസും ഒക്കെ തന്നാലും പ്രൊട്ടക്ടറൊക്കെ തന്നാലും നമ്മളെങ്ങനെ വരച്ചാലും പിന്നെ ചെറിയൊരു വളവുണ്ടാവും. പക്ഷേ ഇവരുടെ ഹെക്സഗൺ ഷേപ്പിലുള്ള ആ കൂട് അല്ലേ, ഓരോന്നും കൃത്യം കോണിലാണ്. അപ്പോൾ ഇതാണ് അള്ളാഹു സുബ്ഹാനഹു ഇങ്ങനെ ഓരോ വിഷയത്തിൽ ഓരോന്നും കുറേ നമുക്ക് ആലോചിച്ചാൽ കിട്ടും. അപ്പോൾ ഇതാണ് അള്ളാഹു നൽകിയ ഇദ്രാക്ക് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നിങ്ങൾ ഒരു 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 പിന്നെ ഒരു തെങ്ങ് നമ്മൾ കുഴിച്ചിട്ടു, ഒരു തെങ്ങ് കുഴിച്ചിട്ടു, ഒരു 50 മീറ്റർ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് നമ്മളൊരു കുഴി കുഴിച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം നിറച്ച് വെച്ചു. ഈ തെങ്ങിൻ്റെ പേര് എന്ത് ചെയ്തിട്ടുണ്ടാവും? അങ്ങോട്ട് വരും. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്തോ തെങ്ങേ അവിടെ ഒരു കുഴി കുഴിച്ചിട്ടുണ്ട്, അതിൽ വെള്ളം ഉണ്ട്, അങ്ങോട്ട് പോയിക്കോ എന്ന് പറഞ്ഞു കൊടുത്തോ? ഇല്ല. പക്ഷെ അത് തെങ്ങ് മനസ്സിലാക്കിയെടുക്കും. അതാണ് അതിൻ്റെ ജീന് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ ഒരു ഇദ്രാക്ക്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആര് സലാം പറഞ്ഞിരുന്നു? കല്ലുകൾ സലാം പറഞ്ഞിരുന്നു അല്ലേ? റസൂൽ അല്ലേ മക്കത്തിലെ കല്ലുകൾ ഇന്ത്യക്ക് സലാം പറഞ്ഞതൊക്കെ അറിയുമായിരുന്നാണ്. അപ്പോൾ ഇങ്ങനെ വിളിക്കുക റസൂലാന്ന് മനസ്സിലായത് അതാണ്. അതിനുള്ള ഇദ്രാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതേപോലെ ഒരു പിന്നെ അപ്പം ജിബാലിൻ്റെ വിഷയമാണ് നമ്മൾ പറഞ്ഞത്. ഇനി അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുക വശജറു, മരങ്ങളും അള്ളാഹുവിന് വേണ്ടി സുജൂദ്. ഈ ജിബാലിൻ്റെ വിഷയം പറയുമ്പോൾ സൂറത്തു സ്വാദിൽ അള്ളാഹ് ഒരു കാര്യം പറയുന്നുണ്ട്. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൂടെ പർവ്വതങ്ങൾ എന്ത് ചെയ്യുന്നു? തസ്ബീഹ് ചൊല്ലിയിരുന്നു. ഇന്ന സഖർന മഅഹുൽ ജിബാൽ യുസബ്ബിഹ്ന ബിൽ അശിയ്യി രാവിലെയും വൈകുന്നേരം പർവ്വതങ്ങൾ ദാവൂദ് നബിയുടെ കൂടെ തസ്ബീഹ് ചൊല്ലിയിരുന്നു എന്നാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കഴിവ് അവക്കുണ്ട്. അതേപോലെ അള്ളാഹ് പിന്നെ അടുത്ത് പറഞ്ഞ വശജറു, മരങ്ങൾ അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്നു. ഒരു ഹദീസിൽ കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയാണ്, ജാ റജുലുൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ അടുത്തേക്ക് ഒരാൾ വന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നി റഅയ്തുനി ലൈല, ഞാൻ എൻ്റെ ഉറക്കത്തിൽ രാത്രിയിൽ കണ്ടു, വാനനായും ഞാൻ ഉറങ്ങാണ്, രാത്രി ഞാൻ ഉറങ്ങുമ്പോൾ ഞാൻ കണ്ടത് സ്വപ്നം കണ്ടു, അന്നി ഉസല്ലി ഖൽഫ ഷജറത്തിൻ, ഞാനൊരു മരത്തിൻ്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കുക. ഫസജത്തു, അപ്പം ഞാൻ സുജൂദ് ചെയ്തു. ഫസജദതി ഷജറത്തു, മരവും സുജൂദ് ചെയ്തു. സുജൂദി എൻ്റെ സുജൂദിന് അതിൻ്റെ കൂടെ മരവും സുജൂദ് ചെയ്തു. ഫസമിഅതുഹാ വഹിയ തഖൂൽ, അപ്പം മരം പറയുന്നത് ഞാൻ കേട്ടു. അപ്പം മരം പറയുന്നത് ഞാൻ കേട്ടു, അഥവാ സുജൂദിൽ മരം പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥന? അല്ലാഹുമ്മ ക്തുബ് ലീ ബിഹാ ഇൻദക അജ്റ, അള്ളാഹു നിൻ്റെ അടുക്കൽ എനിക്ക് നീ ഒരു അജ്ർ പ്രതിഫലം നീ രേഖപ്പെടുത്തേണമേ. സുജൂദ് ചെയ്തല്ലോ. വ അന്നി ബിഹാ വിസ്റൻ, എൻ്റെ പാപത്തെ എൻ്റെ ഭാരത്തെ നീ ഒന്ന് ഇറക്കി തരണമേ. വജ്അൽഹാ ലീ ഇൻദക ദുഖ്റൻ, ഈ ഒരു സുജൂദ് നീ ഇതെന്ത് ചെയ്യണേ? പരലോകത്ത് എനിക്കൊരു അവിടെ കാത്തു വെച്ച ഒരു പ്രതിഫലമാക്കി തരണമേ. വതഖബ്ബൽഹാ മിന്നി കമാ തഖബ്ബൽതഹാ മിൻ അബ്ദിക ദാവൂദ്, നിൻ്റെ അടിമയായ ദാവൂദിൽ നിന്നും നീ സ്വീകരിച്ചതുപോലെ എന്നിൽ നിന്നും നീ അത് സ്വീകരിക്കണമേ. ആരാ പ്രാർത്ഥിക്കണേ? മരം പ്രാർത്ഥിക്കണ സ്വഹാബികൾക്കാണ്. നേരെ റസൂലിൻ്റെ അടുത്ത് കണ്ട് പറയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു സുജൂദിൻ്റെ ഒരു സൂറത്ത് ഓതി എന്നാണ്. എന്നിട്ട് സുജൂദിൻ്റെ സ്ഥലം വന്നപ്പോൾ റസൂൽ സുജൂദ് ചെയ്തു. ഈ മരം പ്രാർത്ഥിച്ച അതേ പ്രാർത്ഥന റസൂൽ പ്രാർത്ഥിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹീഹായ ഹദീസാണ്. അപ്പോൾ ഇതാണ് നമ്മൾക്കറിയില്ല. അതുപോലെ തന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബുഖാരിയിലുള്ള ഒരു അസറിലാണ് സ്വഹാബത്ത് പറയുന്നുണ്ട്, വായിലേക്ക് വെക്കുന്ന ഭക്ഷണം ആ ഉരുളുണ്ടല്ലോ അത് തസ്ബീഹ് ചൊല്ലുന്നത് ഞങ്ങൾ കേട്ടു എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതേപോലെ ഒരു മൂസാ നബി ആണെന്നാണ് അതിൻ്റെ ഷർഹുകളിൽ പറയുന്നത്. അല്ലാഹു അലം, ഒരു പ്രവാചകൻ എന്നാണ് ഹദീസിൽ. നടന്നു പോകുമ്പോൾ കാലും ഉറുമ്പ് കടിച്ചു. അവ പറഞ്ഞു എല്ലാത്തിനെയും ചുട്ടുകരിക്ക്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു, അള്ളാഹുവിന് തസ്ബീഹ് നിർവഹിക്കുന്ന ഒരു വിഭാഗത്തെയാണോ നീ ചുട്ടുകരിക്കാൻ ഓർഡർ കൊടുക്കുന്നത്? അപ്പോൾ ഉറുമ്പുകൾ അള്ളാഹുവിന് തസ്ബീഹ് നിർവഹിക്കുന്നുണ്ട് എന്നർത്ഥം. അതേപോലെ അള്ളാഹു പറയല്ലേ, പക്ഷികൾ
അള്ളാഹുവിൻ തസ്ബീഹ് നിർവഹിക്കുന്നുണ്ട് എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കാണാൻ പറ്റും. ശരി, അപ്പോൾ ഷജർ മരങ്ങൾ അള്ളാഹുവിന് വേണ്ടി തസ്ബീഹ് നിർവഹിക്കുന്നു. വദ്ദവാബു, പിന്നെ ദവാബ് പറഞ്ഞാൽ ആരാ? ജീവജാലങ്ങൾ. അപ്പോൾ ഭൂമിയിലൂടെ പോകുന്ന എല്ലാ ജീവജാലങ്ങളും ഇഴജന്തുക്കളും വലിയ ജീവികളൊക്കെ ഇതിൽ പെട്ടു എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. സാധാരണ ദവാബ് നമ്മൾ പറയുക ഇഴജന്തുക്കൾക്കാണ് നമ്മൾ സാധാരണ പറയുക. ഇവിടെ എല്ലാ വിധത്തിലുള്ള ജീവജാലങ്ങളും അതിൽ പെട്ടു എന്നുള്ളതാണ് പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോൾ അവയും അള്ളാഹുക്ക് വേണ്ടി സുജൂദ് നിർവഹിക്കുന്നുണ്ട്. ഒരു ഹദീസിൽ കാണാം, ഇമാം അഹമ്മദാണ് ഹദീസ് ഉദ്ധരിക്കുന്നത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഭാഗം ആൾക്കാരുടെ അടുത്ത് കൂടി നടന്നു പോയപ്പോൾ എന്താ കാട്ടുന്നത്? ഓല മൃഗത്തിൻ്റെ മുകളിൽ ഇങ്ങനെ കയറി നിന്നിട്ട് സൊറ പറഞ്ഞിരിക്കുകയാണ്. മൃഗത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ഓലിങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. അപ്പോൾ റസൂൽ പറഞ്ഞു, ഇർക്കബൂഹ സാലിമത്തൻ വദഉഹ സാലിമത്തൻ. നിങ്ങൾ അതിൻ്റെ മുകളിൽ നല്ല സുരക്ഷിതമായിട്ട് യാത്ര ചെയ്തോളിയും, അത് കഴിഞ്ഞാൽ അതിനെ സുരക്ഷിതമായിട്ട് നിങ്ങൾ വിട്ടേക്കുകയും. വലാ തത്തഖിദൂഹ കറാസിയ ലി അഹാദീസുക്കും ഫി തുറുഖി വൽ അസ്വാഖ്. നിങ്ങൾക്ക് വഴിയിലും അങ്ങാടികളിലും ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാനുള്ള കസേരയാക്കി അതിനെ മാറ്റല്ലേ. ഇവര് പരസ്പരം ഇരുന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് കസാര പോലെ മൃഗത്തിനെ ഉപയോഗിച്ച് അതിൻ്റെ മുകളിൽ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങനെ സ്വറ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ റസൂൽ പറയും, അതിന് നിങ്ങൾ എന്ത് ചെയ്യല്ലേ, അങ്ങനെ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള കസാരയാക്കി മാറ്റല്ലേ. അഥവാ നിങ്ങൾ ഉപയോഗം കഴിഞ്ഞാൽ അതിനെ കൊണ്ടുപോയിട്ട് എവിടെയും കെട്ടിയിട്ട് അതിനെ വിശ്രമിക്കാൻ അനുവാദം കൊടുക്കുകയും എന്ന് റസൂൽ പറയാം. അപ്പോൾ എന്ന് പ്രവാചകൻ പറയാണ്, ഫറുബ്ബ മർകൂബത്തിന് ഖൈറും മിൻ റാക്കിബിഹാ. എത്രയെത്ര ഇങ്ങനെ ഈ വാഹനമായിട്ട് ഉപയോഗിക്കുന്ന മൃഗങ്ങളാണ് അതിൻ്റെ മുകളിൽ കയറുന്നവരേക്കാൾ നല്ലതായിട്ടുള്ളത്. ഈ മൃഗത്തിൻ്റെ മുകളിൽ യാത്ര ചെയ്യണ മനുഷ്യന് ഓനൊരു പക്ഷേ ആരായിരിക്കും? തെമ്മാടിയായിരിക്കും. പക്ഷേ ഈ മൃഗം നല്ലതാണ്. വ അക്സറു ദിക്റൻ ലില്ലാഹി തആല മിൻഹു. ആ വാഹനപ്പുറത്ത് സഞ്ചരിക്കുന്ന മനുഷ്യനേക്കാൾ അള്ളാഹുവിന് ദിക്റെടുക്കുന്നത് ഈ മൃഗമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പോൾ അവയും എന്ത് ചെയ്യും? അങ്ങനെ ദിക്റെടുക്കും എന്നുള്ളതാണ്. ശരി, എന്നിട്ട് പിന്നെ അള്ളാഹു പറഞ്ഞു, വകസീറും മിനന്നാസ്, കുറേ ആൾക്കാരും. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ഷംസ്, ഖമർ, നുജുമൊക്കെ മൊത്തത്തിലാണ് പറഞ്ഞത്. പക്ഷേ മനുഷ്യനെ കുറിച്ച് പറഞ്ഞപ്പോഴോ കസീറും മിനന്നാസ്, എല്ലാവരും ഇല്ല, കുറേ ആൾക്കാർ, എല്ലാവരും ഇല്ല. കാരണം എല്ലാവരും അള്ളാഹുവിന് വേണ്ടി സുജൂദി ഉണ്ടോ? ഇല്ല. നിസ്കരിക്കുന്നുണ്ടോ? ഇല്ല. എല്ലാവരും ഇല്ല, വിശ്വാസികൾ മാത്രം. ഇനി ഇസ്ലാമിലുള്ളവരിൽ തന്നെ എല്ലാവരും ചെയ്യുന്നുണ്ടോ? ഇല്ല. അതിലും കുറേ ആൾക്കാർ അള്ളാഹുവിനെ നിഷേധിച്ചും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിച്ചും നടക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ജീവിയും ഒരു ജീവിയുടെ മുന്നിൽ സുജൂദ് ചെയ്യണില്ല. ഇപ്പോൾ ഒരു മത്തി പോയിട്ട് തിമിംഗലത്തിനോടോ ജിന്നാടുക്കും വലിയ സാനാൻ്റെ ഇല്ല സുജൂദ് ചെയ്യട്ടെ പറഞ്ഞിട്ട് സുജൂദ് ചെയ്യോ? ഇല്ല. പക്ഷേ മനുഷ്യനാണ് എന്ത് ചെയ്യുള്ളൂ? ഒരു മനുഷ്യൻ്റെ മുന്നിൽ സുജൂദ് ചെയ്യുള്ളൂ, ഒരു ജീവിയുടെ മുന്നിൽ സുജൂദ് ചെയ്യുള്ളൂ. അപ്പോൾ മനുഷ്യന്മാരിൽപ്പെട്ട ഒരുപാട് ആളുകൾ കസീറുൻ ഹക്ക അലൈഹിൽ അദാബ്, കുറേ ആൾക്കാർക്ക് ശിക്ഷ ബാധകമാവും ചെയ്യുന്നത്. കാരണം ഒരു സുജൂദിനില്ല, ഒരു അള്ളാഹുവിനെ ധിക്കരിക്കുന്നു, അതുകൊണ്ട് അവർക്ക് ശിക്ഷ ലഭിക്കും എന്നാണ് പറയുന്നത്. എന്നിട്ട് അള്ളാഹു പറയുന്നു, അതിൻ്റെ മുമ്പ് ചില കാര്യങ്ങൾ പറയാം. ഇവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് പ്രകാരം അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി സുജൂദ് ചെയ്യാത്ത ഒന്നും തന്നെ ഇല്ല. അള്ളാഹു പറയുന്നുണ്ട്, വലില്ലാഹി യസ്ജുദു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി മിൻ ദാബത്തിൻ വൽ മലായികത്തു വഹും ലാ യസ്തക്ബിറൂൻ. ഭൂമിയിലും ആകാശത്തിലുള്ള മുഴുവൻ ജീവജാലങ്ങളും അതുപോലെ മലക്കുകളും അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്നു, അവർ അഹങ്കാരം കാണിക്കുന്നില്ല. അതേപോലെ അള്ളാഹു പറയുന്നത്, തുസബ്ബിഹു ലഹു സമാവാതു സബ്ഉ വൽ അർദു വമൻ ഫീഹിന്ന. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള 7 ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ള, അതുപോലെ ഈ 7 ആകാശവും ഭൂമിയും അള്ളാഹുവിന് വേണ്ടി തസ്ബീഹ് നിർവഹിക്കുന്നു. അപ്പോൾ ഇവിടെയുള്ള മുഴുവൻ ജീവജാലങ്ങളും അള്ളാഹ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്? തസ്ബീഹ് നിർവഹിക്കുന്നുണ്ട്. അത് ജീവല്ലതാണെങ്കിലും ശരി, ജീവല്ലാത്തതാണെങ്കിലും ശരി. വ ഇമ്മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി. ഒന്നും തന്നെ അള്ളാഹ്ക്ക് തസ്ബീഹ് ചെല്ലാത്തതായിട്ടില്ല. എന്നിട്ട് അള്ളാഹ് പറയുക, വലാകില്ല തഫ്ഖഹൂന തസ്ബീഹഹും. പക്ഷേ ഓല തസ്ബീഹ് നിങ്ങൾക്കറിയില്ല, അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂല. പക്ഷേ ഓല എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഒന്നും അള്ളാഹ്ക്ക് തസ്ബീഹ് ചെയ്യാത്തതില്ല. അതുമാത്രമല്ല, റസൂൽ പറയുന്നുണ്ട്, ഒരാൾ ബാങ്ക് കൊടുക്കുമ്പോൾ ആ മുഅദ്ദിനിന് എത്രത്തോളം അവൻ്റെ ശബ്ദം എത്തുമോ അത്രത്തോളം അവന് പാപമോചനം കിട്ടും. എത്രത്തോളം ശബ്ദം എത്തുമോ അത്രത്തോളം പാപമോചനം കിട്ടും. വയഷ്ഹദു ലഹു കുല്ലു റത്ബിൻ വയാബിസിൻ സമിഅഹു. അവൻ്റെ ശബ്ദം കേൾക്കുന്ന ഉണങ്ങിയതും പച്ചയുമായതായ എല്ലാം പരലോകത്ത് അവന് വേണ്ടി സാക്ഷ്യം പറയും. അപ്പോൾ ഇതാണ്, ഇവരൊക്കെ അത് മനസ്സിലാക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ എടുക്കുന്ന ക്ലാസ്സുകൾ ഏതെങ്കിലും മരങ്ങളോ ഏതെങ്കിലും കേൾക്കുന്നില്ലെങ്കിൽ അവരത് മനസ്സിലാക്കുന്നുണ്ട്. അവർ നമ്മൾക്ക് വേണ്ടി പരലോകത്ത് അള്ളാഹുവിനോട് എന്ത് ചെയ്യും? സാക്ഷ്യം പറയും.
അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസിൽ കാണാം, ലാ തഖൂമുസ്സാ, അന്ത്യനാൾ സംഭവിക്കുകയില്ല, ഹത്താ തുകല്ലിമ സിബാഉൽ ഇൻസ, വന്യമൃഗങ്ങൾ മനുഷ്യനോട് സംസാരിക്കുന്നത് വരെ. അപ്പം മൃഗങ്ങൾ ഇനി പുലിയും സിംഹമൊക്കെ വന്നിട്ട് നമ്മൾക്ക് ഒരു ഗ്ലാസ് ചായ തരുമോ, നമ്മളോട് സംസാരിക്കണ ഒരു കാലം വരും. വഹത്താ യുകല്ലിമ റജുല അദ്ബത്തു സൗതിഹി, അതുപോലെ മനുഷ്യനോട് തൻ്റെ ചാട്ടവാറിൻ്റെ അറ്റം സംസാരിക്കുന്നതാണ്. ചാട്ടവാർ വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ചാട്ടവാറിനെ നമുക്കറിയില്ല, അതിൻ്റെ ഒരു അറ്റം മനുഷ്യനോട് എന്ത് ചെയ്യും, സംസാരിക്കുന്നതാണ്. ഷിറാഖു നഅലിഹി, മനുഷ്യൻ അവൻ്റെ ചെരുപ്പിൻ്റെ വാറുകൾ അവനോട് സംസാരിക്കും, ചെരുപ്പിൻ്റെ വാറുകൾ മനുഷ്യനോട് സംസാരിക്കും. വതുഖ്ബിറഹു ഫഖിദുഹു ബിമാ അഹ്ദസ അഹ്ലുഹു ബഅദഹു, നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ പോയതിന് ശേഷം നമ്മളെ വീട്ടിൽ എന്തൊക്കെ നടന്നു അത് നമ്മളെ തൊട നമ്മളോട് പറയും. എൻ്റെ വീട്ടിൽ ഇന്നതൊക്കെ നടന്നിട്ടുണ്ട്, ഇന്നതൊക്കെ നടന്നത് തൊട സംസാരിക്കും. അപ്പോൾ ഇതിനൊക്കെ എങ്ങനെ, അതിനൊക്കെ അള്ളാഹു കൊടുക്കും. അതാണ് യൗമ ഹദീസ് അഖ്ബാറഹ ബിഅന്ന റബ്ബക ഔഹല, അള്ളാഹ് വഹി നൽകി സംസാരിച്ചു, ഖലാസ്, അത് സംഭവിക്കും എന്നുള്ളതാണ്. ഒരു ഹദീസിൽ കാണാൻ പറ്റും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിർ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരികയാണ് പ്രവാചകൻ്റെ കൂടെ. അപ്പോൾ ഞങ്ങൾ ബനൂ നജ്ജാറുകാരുടെ അവരുടെ ഒരു തോട്ടം ഉണ്ടായിരുന്നു. ആ തോട്ടത്തിൽ ഞങ്ങൾ എത്തിയപ്പോൾ അവിടെ ഒരു ജമൽ, ഒരു 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 ഒട്ടകം നിൽക്കുന്നുണ്ട്. ആ ഒട്ടകം എന്ത് ചെയ്യണില്ല, ആരും ഉള്ളിലേക്ക് കയറാൻ സമ്മതിക്കണില്ല. ആര് വന്നാലും അതെന്ത് ചെയ്യാണ്, അത് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് പേടിപ്പിക്കുകയാണ്. അപ്പോൾ ഇവർ റസൂലിനോട് കാര്യം പറഞ്ഞു. ഫജാ ഹത്താ അത്തൽ ഹായിത്ത, റസൂൽ വന്നു, തോട്ടത്തിലേക്ക് കയറി. ഫദഅൽ ബഈർ, ഒട്ടകത്തിനെ വിളിച്ചു. അപ്പോൾ ഒട്ടകം എങ്ങനെ വന്നു, അതതിൻ്റെ ചുണ്ട് മിഷ്ഫറത്തയിലില്ലാറുള്ള അതിൻ്റെ ചുണ്ട് ഇങ്ങനെ ഭൂമിയിലേക്ക് ഉരസി, അഥവാ അത്രയും വിനയം കാണിച്ച റസൂലിൻ്റെ അടുത്തേക്ക് വിനയാനിതനായിട്ട് വന്നു. ഹത്താ ബറക്ക ബൈന യദൈഹി, റസൂലിൻ്റെ മുന്നിൽ മുട്ടുകുത്തി അതിരുന്നു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാത്തു ഖിത്താമഹു, അതിൻ്റെ മൂക്കയറ് കൊണ്ട് അങ്ങനെ റസൂൽ അതിൻ്റെ മൂക്കയറ് ഇട്ടുകൊടുത്തു. എന്നിട്ട് അതിൻ്റെ ഉടമസ്ഥന് തിരിച്ചു നൽകി. എന്നിട്ട് റസൂല് തിരിഞ്ഞു, മനുഷ്യന്മാരിലേക്ക് സ്വഹാബത്തിലേക്ക് തിരിഞ്ഞു. എന്നിട്ട് റസൂല് പറഞ്ഞു, ഇന്നഹു ലൈസ ശൈഉൻ ബൈന സമാഇ വൽ അർളി ഇല്ലാ യഅലമു അന്നി റസൂലുള്ളാഹ്, ആകാശഭൂമികളിൽ ഒന്നും തന്നെയില്ല, ആകാശഭൂമികൾക്കിടയിൽ ഒന്നും തന്നെയില്ല ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് അറിയാത്തവരായി, അത് അംഗീകരിക്കാത്തവരായിട്ട് ആരുമില്ല. ഇല്ല ആസിയൽ ജിന്നി വലിൻസ്, മനുഷ്യന്മാരിലും ജിന്നുകളിലും പെട്ട ചില ധിക്കാരികൾ ഒഴികെ, അതല്ലാതെല്ലാം റസൂലിൻ്റെ മുന്നിൽ അവർ അത് ഇതാക്കുന്ന. അതേപോലെ സൂറത്തു നഹിൽ അള്ളാഹ് പറയുന്ന ഒരു ആയത്തിൽ കാണാം, അവലം യറൗ ഇലാ മാ ഖലഖല്ലാഹു മിൻ ഷൈ, അള്ളാഹു സൃഷ്ടിച്ചതിലേക്ക് അവർ നോക്കുന്നില്ലേ, യതഫയ്യഉ ളിലാലുഹു അനിൽ യമീനി വശമാഇലി, അതിൻ്റെ ലിലാല്, അതിൻ്റെ നിഴലുകൾ അതെന്ത് ചെയ്യുന്നുണ്ട്, വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും യതഫയ്യഉ, ഇങ്ങനെ ചായുണ്ട് എന്നാണ്. അഥവാ എല്ലാ വസ്തുക്കൾക്കും നിഴലുണ്ട്, നിഴലില്ല വസ്തുക്കൾക്ക് എല്ലാതിനും നിഴലില്ല വസ്തുക്കൾ, അതിൻ്റെ നിഴലുകൾ എങ്ങനെ, ചിലപ്പോൾ ഇങ്ങനെ വലതു ഭാഗത്തേക്ക് കേൾക്കലും, ചിലപ്പോൾ ഇടതു ഭാഗത്തേക്ക് കേൾക്കലും, ചിലപ്പോൾ ഒന്ന് വലുതാവും, ചിലപ്പോൾ ഒന്ന് ചെറുതാവും, ചിലപ്പോൾ അതിൻ്റെ കൂടെ ആയിരിക്കും, ഇങ്ങനൊക്കെ ആകും. ഇതെന്താണ് ഇത്ര, സുജ്ജദല്ലില്ലാഹ്, അള്ളാഹുവിനുള്ള ഒരു കീഴൊതുങ്ങലാണെന്ന്. അപ്പോൾ എല്ലാ ജീവികൾക്കും ഇത്, നേരിൽ എല്ലാ ജീവികളും ചെയ്യുന്നത് ഇതാണെന്നാണ് സൂറത്തു നഹിൽ. അതിനൊക്കെ തഫ്സീറിൽ വിശാലമായിട്ട് അള്ളാഹു, അതേപോലെ സൂറത്തു റായദിൽ ഈ വിഷയങ്ങൾ പറയുന്നുണ്ട്, പല സൂറത്തുകളിലും ഇത് പറഞ്ഞ സൂറത്തു ഫുസ്സിലത്തിൽ പറയുന്നുണ്ട്, പല ഭാഗങ്ങളിലും പറയുന്നുണ്ട്. ശരി, അപ്പോൾ ഏതായിരുന്നാലും നമ്മൾ അവസാനം ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, സുജൂദ് ഇവരൊക്കെ ചെയ്യുന്നത് ആർക്കാണ്, അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു, അള്ളാഹ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളും ആർക്ക് സുജൂദ് ചെയ്യാൻ പറ്റുള്ളൂ, അള്ളാഹു അല്ലാത്ത ഒരാൾക്കും സുജൂദ് ചെയ്യാൻ പറ്റില്ല. റസൂൽ പറഞ്ഞാൽ എന്താണ്, ലൗ കുന്തു ആമിറൻ അഹദൻ ഐ യസ്ജുദ ലി അഹദിൻ, ഒരാൾ ആർക്കെങ്കിലും വേണ്ടി സുജൂദ് ചെയ്യണം എന്ന് ഞാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ ല അമർത്തുൽ മർഅത അൻ തസ്ജുദ ലി സൗജതിഹ, ഒരു ഭാര്യനോട് ഭർത്താവിന് വേണ്ടി സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു. അതും പറ്റൂല, പക്ഷെ മഹത്വം പറയാൻ വേണ്ടി റസൂൽ പറയാണ്. അപ്പോൾ സുജൂദ് ആർക്കും പറ്റൂല, അത് അള്ളാഹുവിൻ്റെ മുന്നിൽ മാത്രം. ഇപ്പോൾ ചരിത്രത്തിൽ കാണാം, അബൂബക്കർ അൽ ബാക്കില്ലാനി, ഒരുപാട് ചരിത്രങ്ങളിൽ ഒരു പണ്ഡിതനാണ് അദ്ദേഹം, ഭയങ്കര രസമാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രങ്ങൾ. ഒരു പണ്ഡിതനാണ് അബൂബക്കർ അൽ ബാക്കില്ലാനി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം ഒരു രാജാവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്, എൻ്റെ ഓർമ്മ വെച്ചിട്ടുണ്ടെങ്കിൽ കൈസറിൻ്റെ അടുത്തേക്ക്, പേർഷ്യ അല്ലെങ്കിൽ റോം, അല്ല കിസ്ര പേർഷ്യ അല്ലെങ്കിൽ കൈസർ റോമിൻ്റെ അടുത്തേക്ക്, കൈസറിൻ്റെ അടുത്തേക്കാണ് തോന്നുന്നത്. അങ്ങനെ ചെല്ലുന്ന സമയത്ത് ഈ രാജാവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ എങ്ങനെ ചെല്ലണം, കുനിഞ്ഞ്, കരാട്ടയിലൊക്കെ കുനിഞ്ഞു കൊടുക്കൂലേ, അതേപോലെ കുനിഞ്ഞ് ചെല്ലണം, അത് നമുക്ക് പാടില്ല.
അപ്പോൾ രാജാവിനെ അറിയാം ബാക്കില്ലാനെ എന്ത് ചെയ്യൂല, കുനിയൂല, ഉറപ്പാണ്. കാരണം മൂപ്പര് മുസ്ലിമാന്ന് മാത്രമല്ല പണ്ഡിതൻ, അതുകൊണ്ട് ഒരിക്കലും കുനിയൂല. അപ്പോൾ രാജാവിനെ പറ്റില്ല. അപ്പോൾ രാജാവ് എന്ത് ചെയ്തു, കൊട്ടാരത്തിലേക്കുള്ള മുഴുവൻ എൻട്രൻസും ക്ലോസ് ചെയ്തു. എല്ലാ പ്രവേശന കവാടം അടച്ചിട്ട് ഒരു ചെറിയ ഇങ്ങനെ കുനിഞ്ഞിട്ട് കയറാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ചെറിയ എൻട്രൻസ് ഉണ്ട്, അത് മാത്രം തുറന്നിട്ടെടുത്തു. അപ്പോൾ എന്തായാലും മൂപ്പർക്ക് ഉള്ളിൽ കയറണമെങ്കിൽ കുനിയാണല്ലോ. അങ്ങനെ ബാക്കിലാനെ അവിടെ എത്തി റഹ്മത്തുള്ള. മൂപ്പരിത് കണ്ടപ്പോൾ മൂപ്പർക്ക് മനസ്സിലായി പണി ഒപ്പിച്ച് കാണും. മൂപ്പരാൾ എന്ത് ചെയ്തു, മൂപ്പരാൾ ഇങ്ങോട്ട് തിരിഞ്ഞു, നേരെ തിരിഞ്ഞെന്നിട്ട് അവിടെ കുനിഞ്ഞു. അപ്പോൾ ബാക്ക് ഭാഗം എവിടേക്കായി, രാജാവിൻ്റെ അടുത്തേക്കായി. എന്നിട്ട് അങ്ങനെ റിവേഴ്സ് ഗിയറിൽ അതിൻ്റെ ഉള്ളിൽ കയറിയതാണ്. അതിൽ രാജാവിന് ഭയങ്കരതായി. പിന്നെ അതിൻ്റെ ചരിത്രത്തിൽ കാണാം, രാജാവിൻ്റെ അടുത്തേക്ക് എത്തി. എന്നിട്ട് രാജാവ് ചോദിച്ചു, അല്ല ബാക്കില്ലാനി, പിന്നെ ചന്ദ്രനെ പിളർത്തപ്പെട്ടത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണോ? കാരണം കഴിഞ്ഞു പോയ സമുദായങ്ങൾക്കൊന്നും ചന്ദ്രനെ പിളർത്തി കൊടുത്തില്ല, ഇങ്ങവും ഇല്ല. അപ്പോൾ മക്കത്തെ മുശ്രിക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചന്ദ്രനെ പിളർത്തിയല്ലോ, അപ്പോൾ നിങ്ങൾക്ക് മാത്രമാണോ ചെയ്തത്? നിങ്ങൾക്ക് മാത്രം കിട്ടിയൊരിതാണല്ലോ, ഒരു കളിയാക്കിയിട്ട് അതിൽ ചോദിച്ചാണ്. അതിൽ ഈ രാജാവ് കൈസറാണ്. കൈസർ ആരാ? ക്രിസ്ത്യാനിയാണ്, റോമക്കാർ ക്രിസ്ത്യാനിയാണ്, നസാറാക്കളാണ്. അപ്പോൾ ബാക്കില്ലാനി തിരിച്ചു ചോദിച്ചു, അല്ല അള്ളാഹ് ഇപ്പം മായിദ നിങ്ങൾക്ക് മാത്രം ഇറക്കി തന്നത്? സുഹൃത്തു മായിദയിൽ പറയുന്നില്ലേ, ഈസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനും കൂട്ടർക്ക് ഒരു മായിദ് ഭക്ഷണത്തളിക അള്ളാഹു ഇറക്കി കൊടുത്ത്, അതും മുമ്പ് ഉണ്ടായിട്ടില്ല, ശേഷം ഉണ്ടായിട്ടില്ല. അപ്പോൾ മായിദ അള്ളാഹ് നിങ്ങൾക്ക് മാത്രമാണ് ഇറക്കി തന്നത്. അതിൻ്റെ ഉത്തരം എന്താണോ അതുതന്നെയാണ് ഇതിൻ്റെ ഉത്തരം. അതിൽ രാജാവ് ആകെ മുട്ടി. അതിൽ ആൾക്കാർ രാജാവ് എബലോട് സംസാരിക്കാൻ നിങ്ങൾ പോരാ, എന്ത് ചെയ്യും, പള്ളിയിലത്തെ ചർച്ചത്തെ വലിയ പുരോഹിതൻ, വലിയ പണ്ഡിതനുണ്ട്, മൂപ്പരാളെ വിളിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ആ പള്ളിയിലത്തെ ഏറ്റവും വലിയ പുരോഹിതനെ, നമ്മൾ ഭാഷയിൽ പറഞ്ഞ സദറുസ്തായിനെ അല്ലെങ്കിൽ ഖത്തീബിനെ എന്ത് ചെയ്തു, കാലിനെ വിളിച്ചോടുന്നു. അങ്ങനെ അദ്ദേഹം വന്നു. അദ്ദേഹം വരുന്നത് കണ്ടപ്പോൾ തന്നെ ബാക്കിലാനി ഓടി പോയിട്ട് കൈയൊക്കെ പിടിച്ചിട്ട്, അല്ല എന്താ നിങ്ങൾ, എത്ര നമ്മൾ കണ്ടിട്ട്, എന്താണ് വിശേഷങ്ങൾ, സുഖം തന്നെ അല്ലേ, എന്താണ് മക്കളെ വിശേഷം, ഭാര്യക്കൊക്കെ സുഖം തന്നെ അല്ലേ, കുടുംബത്തിനൊക്കെ ഉഷാർ. ആരോട് ചോദിക്കണേ? പള്ളിയിലച്ഛനോട്. ഓല് കല്യാണം കഴിക്കുമോ? അതാണ് ചിന്തിക്കുക. കല്യാണം കഴിക്കൂല മാത്രമല്ല, അത് മോശമായിട്ടാണ് ഓല് എന്ത് ചെയ്യണത് അല്ലേ, കന്യാസ്ത്രീകൾ കല്യാണം കഴിക്കണം മോശമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അയാളോടാണ് ചോദിക്കണത്, കുട്ടികൾക്കും മക്കൾക്കും സുഖമില്ലേ, ഭാര്യയ്ക്ക് സുഖമല്ലേ. അതിൽ ആൾക്കാരൊക്കെ പോടളങ്ങി, എന്താ ഈ പറയുന്നത്, ഞങ്ങൾ പള്ളിയിലച്ഛനങ്ങൾ പൊതുവായിട്ട് പരസ്യമായിട്ട് നിങ്ങൾ അപമാനിക്കേ, കുട്ടികളുണ്ടാവേ എന്നൊക്കെ ഭയങ്കരമായിട്ട് ആൾക്കാർ രോഷാകുലായി. അതിൽ ബാക്കിലാൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഈ നിങ്ങളെ പുരോഹിതൻ, നിങ്ങളെ പണ്ഡിതൻ, ഇദ്ദേഹത്തിന് മക്കളും ഭാര്യയും ഉണ്ടാവലും ഒരു വിശുദ്ധിക്ക് യോജിച്ചതല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. എന്നിട്ട് ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച അള്ളാഹുവിന് കുട്ടിയുണ്ട് എന്ന് പറയുന്ന നിങ്ങളപ്പോൾ അള്ളാഹുവിന് നൽകിയ വില എന്താണ്? ഭയങ്കര പോയിൻ്റാണ്. അതിന് ആൾക്കാരൊക്കെ പാടും രാജാവോട്, രാജാവേ ഇയാൾക്ക് എന്താ കൊടുക്കാന്ന് വെച്ചാൽ വേഗം കൊടുത്ത ഒഴിവാക്കി, ഇഞ്ഞവിടെ നിർത്തിയാൽ ശരിയാവില്ല പറഞ്ഞിട്ട് അയാളെ ബാക്കിലാൻ റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ നിന്ന് ഒഴിവാക്കി വിട്ടു എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ അള്ളാഹുവിന് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സുജൂദ്. കഴിഞ്ഞു പോയ സമുദായങ്ങളിൽ ആദരവിൻ്റെ സുജൂദ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് സുജൂദ് ചെയ്തില്ല മലക്കുകൾ, അതേപോലെ യൂസുഫ് നബിക്ക് സുജൂദ് ചെയ്തു സഹോദരന്മാർ. ഇതൊക്കെ ആദരവിൻ്റെ സുജൂദാണ്. ആ സുജൂദ് ഇപ്പം ഇല്ല, ഇപ്പം ആരാധന സുജൂദ് മാത്രമുള്ളൂ. അതുകൊണ്ട് നമുക്ക് അല്ലാഹു അല്ലാത്ത ഒരാളെ പേരിൽ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പാടുള്ളതല്ല. അതുമാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നക ലാ തസ്ജുദു ലില്ലാഹി സജ്ദതൻ ഇല്ലാ റഫഅക അല്ലാഹു ബിഹാ ദറജ വഹത്ത അൻക ബിഹാ ഖതീഅ. ഒരു സുജൂദ് നമ്മൾ ചെയ്താൽ നമുക്ക് അള്ളാഹു ഒരു ദറജ ഉയർത്തി തരും, നമ്മളൊരു പാപം പൊറുക്കപ്പെടും. അപ്പോൾ സുജൂദിന് എന്തുണ്ട്, മഹത്വമുണ്ട് എന്നർത്ഥം. അതാണ് അവിടെ പറയുന്നത്. ശരി, ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല അവസാനം പറയുന്നത്, വമൻ യുഹിനില്ലാഹു ഫമാ ലഹു മിൻ മുക്രിം. അള്ളാഹു ഒരാളെ അപമാനിച്ചാൽ, നിന്ദനാക്കിയാൽ പിന്നെ അവനെ ആദരിക്കാൻ ആരുമില്ല. ഇന്നല്ലാഹു യഫ്അലു മാ യശാ. അള്ളാഹു ഉദ്ദേശിക്കുന്നത് ചെയ്യുന്നതാണ്. അള്ളാഹു അത്യാവശ്യം നമ്മൾ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ അള്ളാഹുവിൻ്റെ അപമാനം നിന്ന് ലഭിച്ചാൽ പിന്നെ എന്ത് ചെയ്യാൻ കഴിയില്ല, പിന്നെ ആരോ ഏറ്റെടുത്തിട്ടും അവന് കാര്യമില്ല. അള്ളാഹു ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കും എന്നുള്ളതാണ്. അത് ആ ആയത്തിൻ്റെ ലാസ്റ്റിൽ എന്തുണ്ട്, തിലാവത്തിൻ്റെ സുജൂദിൻ്റെ ഉണ്ടല്ലേ. അപ്പോൾ തിലാവത്തിൻ്റെ സുജൂദ് അത് ഓതിയാൽ നമ്മൾക്ക് ചെയ്യണം. തിലാവത്തിൻ്റെ സുജൂദ് ഫർളാണോ സുന്നത്താണ്, ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. തിലാവത്തിൻ്റെ സുജൂദ് ഖുർആനിൽ എത്ര സ്ഥലങ്ങളിലുണ്ട്? 15 സ്ഥലങ്ങളിൽ ഉണ്ട്. സൂറത്തുൽ ഹജ്ജിലും എത്ര സ്ഥലങ്ങളിലുണ്ട്? 2 സ്ഥലങ്ങൾ. ഹജ്ജിൽ മാത്രമാണ് 2 സ്ഥലങ്ങൾ. വേറെ അറാഫിലും റായദിലും ഇസ്രായിലും ഹജ്ജിലും മറിയമിലും പല സ്ഥലങ്ങളിൽ, നഹലിലും നംലിലും സ്വാദിലും ഫുസിലത്തിലൊക്കെ അങ്ങനെ 15ഓളം സ്ഥലങ്ങളിൽ ഇത് വരുന്നുണ്ട്. തിലാവത്തിൻ്റെ സുജൂദ് നമ്മൾ ചെയ്യുമ്പോൾ എത്ര സുജൂദാ?
ഒറ്റൊന്ന് ഒരു സുജൂദുള്ളു. തിലാവത്തിൻ്റെ സുജൂദിൽ എന്താ ചെല്ലുണ്ട്? ആ ശരിക്കും നമുക്ക് സുജൂദിൽ ചെല്ലുന്നത് എല്ലാം ചെല്ലാം. സുബാൻ റബ്ബിൽ അല ചെല്ലാം, സുബാൻ കല്ലാഹു റബ്ബന വബിൻ കല്ലാഹു മഫ്റിൽ ചെല്ലാം, സുബ്ഹാന ഖുദ്ദുസ് റബ്ബുൽ മലായികത്ത് ഏതും ചെല്ലാം. പിന്നെ സജദ വജ്ഹിഹി ഖലഖഹു വസവറ വശഖ സമഅഹു ബസറഹു ബിഹൗലിഹി വഖുവതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ അത് ചെല്ലാം. ഏതും നമ്മൾക്ക് ചൊല്ലാവുന്നതാണ്. തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യുമ്പോൾ വുളൂവാണോ? അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ വുളുവോട് കൂടി ചെയ്യലാണ്. പണ്ഡിതന്മാർക്കുള്ള അവിടെ അഭിപ്രായ വ്യത്യാസം വരാൻ കാരണം എന്താ വെച്ചാൽ തിലാവത്തിൻ്റെ സുജൂദ് നിസ്കാരത്തിൽ പെട്ടതാണോ എന്നുള്ളതാണ്. അപ്പോൾ ചിലവർ പറഞ്ഞു അതെ നിസ്കാരത്തിലെ സുജൂദ് പോലെയാണ്. അപ്പോൾ പിന്നെ എന്തുവാണ് നിസ്കാരത്തിലൊക്കെ പാലിക്കണം, ഔറത്ത് മറക്കണം, ഖിബ്ലക്ക് നേരെയായിരിക്കണം, അതേപോലെ ത്വഹാറത്ത് വേണം. ചിലവർ പറഞ്ഞു അങ്ങനല്ല, അല്ലാഹു അലം അതാണ് കൂടുതൽ ശരിയായിട്ട് നമുക്ക് മനസ്സിലാവണം. അപ്പോൾ അതുകൊണ്ട് ഒരാൾ ഔറത്ത് മറക്കാതെ ചെയ്താലും ഖിബ്ലക്ക് മുന്നിടാതെ ചെയ്താലും ത്വഹാറത്ത് ഇല്ലാതെ ചെയ്താലും ശരിയാണ്. പക്ഷേ അഫ്ളൽ എന്താണ്, നല്ലത് എന്താണ്, ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം. ഖിബ്ലക്ക് മുന്നിട്ട് ത്വഹാറത്തോടു കൂടി ഔറത്ത് മറച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യണം. അതേപോലെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുറേ ആൾക്കാർക്ക് തെറ്റ് സംഭവിക്കുന്നൊരു കാര്യം, ഇപ്പം നമ്മൾ മുസ്ഹഫിലാണ് ഓതുന്നത് കൂട്ടാം. മുസ്ഹഫിൽ ഓതുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും, മുസ്ഹഫ് നിലത്ത് വെക്കേണ്ട വെച്ചിട്ട് മടക്കി പിടിച്ചിട്ട് അള്ളാഹു ഇങ്ങനെ ചെയ്യും. അപ്പോൾ സുജൂദിൽ നമുക്കറിയാം, സുജൂദിൽ ഈ രണ്ട് കൈപ്പത്തികളും നിലത്ത് വെക്കണം. ഇത് വെച്ചിട്ട് സുജൂദ് ശരിയാവില്ല. അപ്പോൾ മുസ്ഹഫ് ഇങ്ങനെ പിടിച്ച് ചെയ്താലോ സുജൂദ് ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, മുസ്ഹഫ് കസാലയിലോ എവിടെയും വെക്കുക. ഇനി പണ്ഡിതന്മാർ പറഞ്ഞ കുറച്ച് സമയത്തിനല്ലേ, വൃത്തിയുള്ള സ്ഥലത്തല്ലേ, അവിടെ പള്ളിയിലെ സൈഡിൽ നിലത്ത് വെച്ചാൽ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത് ഖുർആനെ നിന്ദിക്കലല്ല, അതുകൊണ്ട് അത് പ്രശ്നമില്ല. ഇന്നലെ സുജൂദ് എന്ത് ചെയ്യണം, നമ്മൾ നേരെ ചെയ്യണം. അതേപോലെ തിലാവത്തിന് സുജൂദ് നമ്മൾ ഇരുന്നിട്ടാണെങ്കിൽ ചില ആൾക്കാർ എന്ത് ചെയ്യും, മുസ്തഫ കൂടെ വെച്ചിട്ട് നീച്ച് നിന്നിട്ട് സുജൂദ്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇരിക്കണോടത്ത് തീറ്റ എന്ത് ചെയ്താൽ മതി, സുജൂദ് ചെയ്താൽ മതി. അതേപോലെ സുജൂദ് ചെയ്യുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കെട്ടണോ, വേണ്ട, നമ്മൾ സുജൂദക്ക് പോവുക. എന്നിട്ട് എന്ത് ചെയ്യുക, സുജൂദ് പോകുമ്പോൾ തക്ബീറില്ല, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ സുജൂദിലേക്ക് തക്ബീർ കെട്ടി പോവുക, തക്ബീർ ചൊല്ലി പോവുക, സുജൂദിൽ പ്രാർത്ഥിക്കുക, അതോടെ കഴിഞ്ഞു. പിന്നെ നീച്ച് വന്നിട്ട് സലാം കിട്ടേണ്ട ആവശ്യമില്ല.